Good morning. Good morning, ma'am. 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 Good morning, all. Prayer ആരാണ്? ഞാനാണ് മാം. ഓക്കെ, പറഞ്ഞോടാ. കണ്ണായൻ കണ്ണാ നീ എവിടെ, കണ്ണിനോ കാണാൻ നീ എവിടെ, നല്ല വാക്കോതുമോ കാതുകളിൽ, പാട്ടുകളോതിയോ മുരളികയിൽ, കണ്ണായൻ കണ്ണാ നീ എവിടെ, എന്നെ പുൽകുവാൻ നീ എവിടെ, ഉണ്ണി നീ വായോ വെണ്ണ തരാം, താമരപ്പൂ തരാം വനമാലയും, അമ്മയുടെ ഉണ്ണി ഓടിവായോ, മുരളിക ഊതി ഓടിവായോ, ഉമ്മതരാമമ്മ കുഞ്ഞിക്കൈയിൽ, വെണ്ണതരാമാ കൊച്ചുവായിൽ, കണ്ണായൻ കണ്ണാ നീ എവിടെ, അമ്മയുടെ ഉണ്ണി നീ എവിടെ, കണ്ണാരം പൊത്തി കളിക്കയാണോ, വെണ്ണക്കുടത്തിനായി നിൽക്കയാണോ, കണ്ണായൻ കണ്ണാ നീ എവിടെ, കണ്ണിനോ കാണാൻ നീ എവിടെ. നല്ലതായിരുന്നു കേട്ടോ. താങ്ക് യു മാം. ഓക്കെ, എല്ലാവരും ഫസ്റ്റ് എയ്ഡ് ചാപ്റ്ററായിട്ടിലേക്ക് ഒരു ആക്ടിവിറ്റി ഞാൻ തന്നിട്ടുണ്ടായിരുന്നല്ലോ, ഓർമ്മയുണ്ടോ? ചെയ്തു മാം. ഓർമ്മയുണ്ട് മാം. ചെയ്തു. ചെയ്തിട്ടുണ്ടല്ലോ എല്ലാവരും അല്ലേ? അതെ മാം. എല്ലാവരും മെസ്സേജ് അയക്കാം. ആരൊക്കെയാണ് ചെയ്തത് അവരെല്ലാവരും എന്ത് ചെയ്യാം, മെസ്സേജ് അയക്കാം. ആ മെസ്സേജിന്റെ ഓർഡറിൽ ഞാൻ ഓരോരുത്തരെ വിളിക്കും. അവരെ പ്രസന്റ് ചെയ്യുക അവരുടെ ഐറ്റംസ്. ക്യാമറ ഒക്കെ കറക്റ്റ് ആയിട്ട് എങ്ങനെയാണ് മാം അതിനു മുമ്പ് സൈൻ ഇൻ ഒക്കെ ഉണ്ടല്ലോ മാം. ഒന്നും പറഞ്ഞിട്ടില്ല മാം. സൈൻ ഇൻ ഉണ്ട് മാം. പറഞ്ഞിടും, ബെസ്റ്റ് പേര് അയക്കാൻ വേണ്ടി പറഞ്ഞതാണ് ജസ്റ്റ്. ഓക്കെ, എന്നാലും സൈൻ ഇൻ പറയുന്നേ കോഡ്സ് ആണ് ആദ്യം പറയുന്നത്. കോഡ്സ് ആരാ പറയണേ? ഐ എം നൗഫല from Vadakara. Good morning, ma'am, and good morning to all. Today quote of the day, my own words. എവിടെയാണോ നമ്മൾ തോറ്റത് അവിടെ നിന്ന് തന്നെ ജയിക്കാൻ ശ്രമിക്കണം. എവിടെയാണോ നമ്മൾ കരഞ്ഞത് അവിടെ നിന്ന് തന്നെ ചിരിക്കാൻ പഠിക്കണം. എവിടെയാണോ നാം തകർന്നത് അവിടെ നിന്ന് തന്നെ ഉയർന്നെണീക്കണം. ആരൊക്കെയാണോ നമ്മളെ പരിഹസിച്ചത് അവർക്ക് മുന്നിൽ തന്നെ തലയുയർത്തി നിൽക്കാൻ ശ്രമിക്കണം. മറ്റുള്ളവരുടെ പരിഹാസങ്ങൾക്കും തരംതാഴ്ത്തൽക്കും ഇടയിൽ നാം പൊരുതി നേടുന്ന വിജയങ്ങൾക്ക് മാത്രമേ മധുരമുണ്ടാകൂ. താങ്ക് യു മാം. നല്ലതായിരുന്നു. എല്ലാവരും ക്ലാസ് ചെയ്ത് എനിക്ക് ഇഷ്ടമായി. ഓക്കെ, നല്ലതായിരുന്നു കേട്ടോ. ഓക്കെ, സൈനിൻ ആരാ പറയുന്നേ? സൈനി ഞാനാണ് മാം. പറഞ്ഞോടാ. ഇന്നൊരു ആക്ഷൻ സോങ് ആട്ടോ മാം. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് ഓൾ. ചിറകൊടിഞ്ഞ കുരുവിക്കൊരു നാളിലൊരു മോഹം, ചിറകൊടിഞ്ഞ കുരുവിക്കൊരു നാളിലൊരു മോഹം, പറക്കണം പറന്നുയരണം പറന്ന് പറന്ന് പോകണം, പറക്കണം പറന്നുയരണം പറന്ന് പോകണം. സൃഷ്ടിതാവൻ ദൈവത്തോട് കുരുവിക്കരഞ്ഞു പ്രാർത്ഥിച്ചു, സൃഷ്ടിതാവൻ ദൈവത്തോട് കുരുവിക്കരഞ്ഞു പ്രാർത്ഥിച്ചു, പറക്കണം പറന്നുയരണം പറന്ന് പോകണം, പറക്കണം പറന്നുയരണം പറന്ന് പോകണം.
ദൈവത്തിൻ കരുണയാൽ പുതുച്ചിറകു കിട്ടി കുരുവിക്ക്, ദൈവത്തിൻ കരുണയാൽ പുതുച്ചിറകു കിട്ടി കുരുവിക്ക്, പറക്കുന്നേ പറന്നുയരുന്നേ പറന്ന് പറന്ന് പോകുന്നേ, പറക്കുന്നേ പറന്നുയരുന്നേ പറന്ന് പോകുന്നേ. ഇതിനൊരു മോറലുണ്ട്, ആർക്കെങ്കിലും മനസ്സിലായോ? അതായത് നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ എന്ത് കാര്യങ്ങളും നമ്മൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുക. എന്തായാലും ദൈവം അതിന് നമുക്ക് എന്തായാലും തക്കതായ എന്തൊരു പ്രതിഫലം തരും. താങ്ക് യു മാം, താങ്ക് യു ഓൾ. വളരെ മനോഹരായിരുന്നു കേട്ടോ, നല്ല രസമുണ്ട്. താങ്ക് യു മാം. മോന്റെ ക്ലാസ്സിൽ ചെന്നിട്ട് അവിടുത്തെ കുട്ടികളൊക്കെ പെട്ടെന്ന് കൈലെടുക്കാനായിട്ട് പറ്റും അല്ലേ? ഒരു പാട്ട് പാടി അങ്ങനെ സാധിക്കട്ടെ മാം, അങ്ങനെ പ്രാർത്ഥിക്കാം. ഓക്കെ, പെട്ടെന്ന് കയ്യിലെടുക്കാൻ പറ്റും. നമ്മളൊക്കെ പാട്ട് പാടി കഴിഞ്ഞിട്ട്, ഞാനൊക്കെ പാട്ട് പാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിള്ളേരെ കൊടുക്കും. അപ്പൊ നല്ല കഴിവുണ്ട്, ഡെവലപ്പ് ചെയ്യാൻ നന്നായിട്ട് എഫേർട്ട് ഒക്കെ കൊടുക്കുക. ഓക്കെ, നല്ല രസമായിട്ടിരിക്കാനായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി, ഭയങ്കര ഇഷ്ടമായി. ഓക്കേടാ, അപ്പൊ നമുക്ക് ആക്ടിവിറ്റി ചെയ്ത് കണ്ടുനോക്കിയാലോ? ഫസ്റ്റ് തമന്നയാ മെസ്സേജ് അയച്ചിരിക്കുന്നത്. തമന പ്രസന്റ് ചെയ്തോ കേട്ടോ. തമന്ന Good morning, ma'am. Good morning, ma'am. Okay, good morning, ma'am. Okay. Okay, ma'am. Back camera on ആയില്ലേ? correct ആയിട്ട് back camera on ആയിട്ട്. Okay. കാണാവോ? ഫസ്റ്റ് എയ്ഡ് കിറ്റ്. ഇത് ഞാൻ എപ്പോഴും എന്റെ കയ്യിൽ തന്നെ കീപ്പ് ചെയ്യുന്ന ഒരു ബാഗാണ്, പൗച്ചാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഇപ്പം അതിനൊരു ഇതിന് കൊടുത്തന്നേ ഉള്ളൊരു എംബ്ലം ഒക്കെ വെച്ചിട്ട്. ഇത് ജസ്റ്റ് ഇതിലെന്ന് വെച്ചാൽ മോന്റെയും എന്റെയും അത്യാവശ്യമുള്ള ഒരു കാണാവോ? ക്ലിയർ ആണോ? വേണ്ടേ? ഒരു തെർമോമീറ്റർ ഉണ്ട്, കാണാവോ? തെർമോമീറ്റർ ഉണ്ട്, ടെമ്പറേച്ചർ നോക്കാൻ. പിന്നെ എപ്പോഴും ആവശ്യം വരുന്ന മോന്റെ പനിയുടെ ഒരു മരുന്നാണ് ഫെപ്പാനിൽ 250. നമ്മുടെ എല്ലാവരുടെയും സ്റ്റോക്ക് കാണുമല്ലോ. പെട്ടെന്നൊരു ടെമ്പറേച്ചർ ഒക്കെ വരുമ്പോൾ 99 മേലെ ആണെങ്കിൽ ഞാനിതൊരു 3.5 അവന് കൊടുക്കാറുണ്ട് കേട്ടോ, ഫെപ്പാനില്. ദെൻ എപ്പോഴും ഒരു മുറിവൊക്കെ പെട്ടെന്ന് പറ്റുമ്പോൾ ഒരു ബാൻഡേജ്, ഒരു സാധാ നമ്മളൊക്കെ ഒട്ടിക്കുന്ന ഒരു സ്റ്റിക്കർ പോലത്തെ ഒരു ബാൻഡേജ്. പിന്നെ പഞ്ഞി, കോട്ടൺ ഉണ്ട്, കോട്ടൺ ഉണ്ട്. ദെൻ ഒരു റോള്, വലിയ മുറിവൊക്കെ പറ്റുമ്പോൾ ഒട്ടിക്കുന്ന റോൾ ബാൻഡേജ് ഉണ്ട്. പിന്നെ ഉള്ളത് പെട്ടെന്നൊരു ജലദോഷമൊക്കെ വരുമ്പോൾ മൂക്കൊക്കെ അടഞ്ഞിരിക്കുകയാണെങ്കിൽ, ഇതൊക്കെ ഇന്ന് എൻ്റെ ഉള്ളതാണ് കേട്ടോ. അവന് മൂക്കിൽ ഇറ്റിച്ചു കൊടുക്കുന്ന ഒരു നാസിവിയോൺ എന്ന് പറഞ്ഞൊരു മരുന്നാണ്, ഒരു ഡ്രോപ്സിന്റെ. പിന്നെ അതേപോലെ എന്തെങ്കിലും ഒരു പ്രാണി കടിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ പെട്ടെന്നല്ലോ കൈയൊക്കെ എന്തെങ്കിലും ഇൻസെക്ട് ബൈറ്റിലൊക്കെ വന്ന് ഇങ്ങനെ തടിച്ച് പൊന്തൊക്കെ ചെയ്യുമ്പോൾ അതിൽ പുരട്ടാനുള്ള ഡെർമാഡിയോന്റെ ഒരു ലോഷൻ എന്നും എൻ്റെ കാണും. പിന്നെ അതേപോലെ ഒരു സാനിറ്റൈസർ, ഇത് കുഞ്ഞിനും ഉപയോഗിക്കാറുണ്ട്, കയ്യിൽ അതുപോലെ ഞാനും കൂടുതൽ യൂസ് ചെയ്യാറുണ്ട് സാനിറ്റൈസർ, നമുക്ക് ട്രാവലൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ബേബി റബ്ബ്, ഒരു വിക്സിന്റെ ബേബി റബ്ബ് ഉണ്ട്. ഇത് ഒരു ഗ്യാസിന്റെ ഒരു ടാബ്ലറ്റ് ആണ് കേട്ടോ. ഇത് ഞാൻ എനിക്ക് തന്നെയാണ് കൂടുതൽ കഴിക്കാറ്, എപ്പോഴും ഗ്യാസിന്റെ പ്രോബ്ലം ഉള്ള ആളെ എവിടെ പോയാലും. അപ്പോൾ ഇത് ഒരു 3 എണ്ണമൊക്കെ വെച്ചിട്ട് കഴിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ദെൻ ഇത് വരുന്നത് നമ്മുടെ സാനിറ്ററി നാപ്കിൻ. ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പോൾ എൻ്റെയും ട്രാവലിലൊക്കെ ഞാൻ എടുക്കുന്ന ഒരു ബാഗ് ആയതുകൊണ്ട് സാനിറ്ററി നാപ്കിൻ എപ്പോഴും അതിൻ്റെ അകത്തൊരെണ്ണം കാണും. പിന്നെ മെഡിസിൻ ഒരു ഫില്ലർ, ജസ്റ്റ് ഒരു ഫില്ലർ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സിസർ വരുന്നുണ്ട്. പിന്നെ മെയിനായിട്ടും എൻ്റെ ഒരു വലിയൊരു ബോക്സ് ഉണ്ട്, ട്രാവലിങ്ങിലെ കൊണ്ട് ഫുള്ളൊരു മെഡിസിൻ്റെ ബോക്സ് ഉണ്ട്, കണ്ടോ? ഫസ്റ്റ് എയ്ഡ് അല്ല, അതൊരു മെഡിസിൻ ബോക്സ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. എല്ലാത്തിനും ഉള്ള ചുമ, ഛർദില്, അതേപോലെ കഫക്കെട്ട്, എല്ലാ മെഡിസിനും ഉള്ളൊരു ഇതിരിപ്പുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ചെറിയൊരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് മാം. താങ്ക് യു മാം. അതില്ല, കിട്ടിയില്ല, മേടിച്ച് വെച്ചില്ല. ഓക്കെ താങ്ക് യു. സിനു ഇതാണ് എന്റെ ഫസ്റ്റ് എയ്ഡ് ബോക്സ്. ഇത് ഞാൻ ഇതിനു വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാട്ടോ. ഇപ്പൊ എന്റെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ബ്ലാങ്ക് ആണ്. എന്റെ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ ഞാൻ ആദ്യമായിട്ട് എനിക്ക് ഫസ്റ്റ് എയ്ഡ് ബോക്സിലുള്ളത് നമ്മുടെ സിസേഴ്സ്, പിന്നെ നമ്മുടെ ഈ ഇപ്പൊ മുറിവിലൊക്കെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൈ കൊണ്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇൻഫെക്ഷൻ ആയത്. ഇപ്പൊ പിള്ളേരെ കാലൊരു കല്ല മണ്ണ് എന്തെങ്കിലും ഇരിക്കണമെങ്കിൽ നമുക്ക് കൈയിലെടുക്കുമ്പോൾ ഭയങ്കര വേദന ആയിരിക്കും. അപ്പൊ ഇതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലക്ക് ചെയ്തെടുക്കുവാണെങ്കിൽ അത്ര അവർക്ക് വേദന ഒന്നും ഫീൽ ചെയ്യില്ല. പിന്നെ അതുപോലെ ഒരു നമുക്ക് ഡ്രസ്സ് ചെയ്യാനായിട്ട് ഇപ്പൊ പഞ്ഞിയൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് ക്ലിപ്പ് ചെയ്തിട്ട്
പഞ്ഞും താഴ്ത്താടി പോവില്ലേ ഈ സിസേഴ്സ് ഉണ്ടെങ്കിൽ. പിന്നെ നോർമൽ ഒരു സിസേഴ്സ് ഉണ്ട്. അത് നമുക്ക് ഇപ്പൊ എന്തെങ്കിലും കട്ട് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്കിപ്പം ബാൻഡേഡ് ഒക്കെ മുറിക്കാനൊക്കെ ആയിട്ട് നമ്മള് ഉപയോഗിക്കാനായിട്ട് ഇങ്ങനത്തെ ഒരു എന്താ പറയാ ഒരു എക്യുപ്മെന്റ്സ് ഉണ്ട്. പിന്നെ അടുത്തത് ഒരു തെർമോമീറ്റർ. പിള്ളേർക്ക് എന്റെ കുട്ടിക്ക് ഇവിടെ ഫിക്സ് വരുന്ന ഒരാളാണ്. അപ്പോൾ അവനിക്ക് എപ്പോഴും ബോഡിയിൽ പനി കാണിക്കില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും തെർമോമീറ്ററിൽ നമ്മൾ നോക്കണം അവനക്ക് പനി കൂടുന്നുണ്ടോ ഇല്ലേന്നൊക്കെ. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും തെർമോമീറ്റർ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇപ്പൊ പിള്ളേരുടെ കാലും കൈയൊക്കെ മുറിയാണെങ്കിൽ ഒരു ഐഡിൻ, അതായത് ഡെറ്റോളോ ഒരു ഐഡിനോ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഒരു ഐഡിൻ എൻ്റെ കയ്യിലുണ്ട്. പിന്നെ നമ്മുടെ ഗോസ് റോൾ എന്നാണ് ഇന്നലെ ക്ലാസ്സിൽ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു തന്നത് കേട്ടോ. ഒരു അങ്ങനത്തെ ഒരു കോട്ടൺ, അതായത് നമ്മുടെ ഈ അങ്ങനത്തെ ഒരു റോള് ഉണ്ട്. പിന്നെ ഒരു കോട്ടന്റെ ഇതുണ്ട്. പിന്നെ നമ്മള് ഇപ്പം ഇപ്പൊ നമ്മുടെ മുറിയുകയോ അല്ലെങ്കിൽ പൊള്ളോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ സിപ്ലാഡൈൻ എന്ന് പറയുന്ന മൾട്ടി പർപ്പസ് ആയിട്ടുള്ള ഒരു ഓയിൽമെന്റ് ഉണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ നമ്മുടെ കയ്യിൽ വേണ്ടത് പിള്ളേരുള്ളതുകൊണ്ട് എനിക്ക് പാരാസെറ്റമോള് ഫെപ്പാനിൽ 250 ഒരു ഫെപ്പാനിലുണ്ട്. പിന്നെ എന്റെ കുട്ടിക്ക് ഫിക്സ് വരുന്നത് കൊണ്ട് അവനക്ക് എപ്പോഴും ഞാൻ പാരാസെറ്റമോളിന്റെ തന്നെ കുറച്ച് കൂടിയതാണ്. 100 ഡിഗ്രി പനിക്കുമ്പോൾ ഞാൻ ഈ ഒരു മരുന്നാണ് അവനക്ക് എപ്പോഴും കൊടുക്കുക. ഇത് കൊടുത്താൽ മാത്രമാണ് അവന്റെ പനി മാറുള്ളൂ. പിന്നെ എപ്പോഴും എന്റെ കയ്യിൽ ഉണ്ടാവുക ജലദോഷത്തിന്റെ നോ കോൾഡ് എന്ന് പറഞ്ഞൊരു മരുന്നുണ്ടാവും. അതെപ്പോഴും എന്റെ കയ്യിൽ ഉണ്ടാവുന്ന ഒരു സാധനം. പിന്നെ ചുമ ആംബ്രോക്സോള്, ഇതൊക്കെ ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ എപ്പോഴും ഉണ്ടാവുന്നതാണ് ആംബ്രോക്സോള്. പിന്നെ എന്റെ കുട്ടികൾക്ക് മെയിൻ ആയിട്ട് പനി വന്നു കഴിഞ്ഞാൽ അവർക്ക് ഉണ്ടാവും ചെവി വേദന ഉണ്ടാവും. അപ്പൊ ഒരു ചെവിയിൽ ഒഴിക്കാനായിട്ട് ഒരു ഇയർ ഡ്രോപ്പ് ഉണ്ടാവും. പിന്നെ ഓമറ്റിങ്ങിന് ഒരു എറ്റേണ എന്ന് പറയുന്ന ഒരു ഷർദലിന്റെ മരുന്ന് എപ്പോഴും ഉണ്ടാവും. അവർക്ക് എന്തെങ്കിലും അസ്വസ്ഥത കാണിക്കുകയാണെങ്കിൽ ഷർദലിന്റെ വരികയാണെങ്കിൽ ഞാൻ ഇതാണ് കൊടുക്കാറ്. പിന്നെ ഒരു പാരാസെറ്റമോൾ ഉണ്ട്. പിന്നെ നാസിൽ സ്പ്രേ, ജലദോഷത്തിനൊക്കെ വരുമ്പോൾ നാസിൽ സ്പ്രേ കൊടുക്കാറുണ്ട്. പിന്നെ നമ്മൾ മുറിവൊക്കെ വരാണെങ്കിൽ ഇപ്പൊ ഒരു ടേപ്പ് ഉപയോഗിച്ച് നമ്മളിപ്പോ പഞ്ഞിയൊക്കെ വെച്ചിട്ട് കാലൊട്ടിക്കാൻ അല്ലെങ്കിൽ കൈ ഒട്ടിക്കാനായിട്ട് ഒരു ടേപ്പ് എന്തെങ്കിലും ഉണ്ട്. പിന്നെ വേണ്ടത് ഒരു ബാൻഡേഡ്. അതുപോലെ തന്നെ പിന്നെ മെയിൻലി എനിക്ക് വരുന്ന ഒരു അസുഖമാണ് ഗ്യാസ്. എനിക്ക് ഈ അപ്പൻഡിക്സിന്റെ സർജറി കഴിഞ്ഞ പിന്നെ എനിക്ക് ഗ്യാസ് എപ്പോഴും വരും. അതുകൊണ്ട് ഈ ഗ്യാസിന്റെ എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവും, കൂടെ പിറപ്പാന്ന് പറയാം. പിന്നെ എന്റെ കുട്ടിക്ക് ഫിക്സ് വരുന്നതുകൊണ്ട് അത് ഇതിന്റെ ഉള്ളാണ് കേട്ടോ. ഫിക്സ് വരുന്നതുകൊണ്ട് അവനക്കൊരു ഫിക്സിന്റെ ഒരു മരുന്നുണ്ട്. അതൊരു ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ എപ്പോഴും എവിടെ പോയാലും എന്റെ കയ്യിലുണ്ടാവും. കാരണം അവർക്ക് ഇനി വല്ല പനിയൊക്കെ വരാൻ നമ്മൾ അറിയില്ല. പിന്നെ എനിക്ക് അലർജി ആയിട്ടുള്ള ഒരാളാണ്. അത് ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ മെയിൻലി ഉണ്ടാവുന്ന ഒരു സാധനമാണ് അലർജിയുടെ ഒരു മരുന്ന്. ഇത്രയാണ് എൻ്റെ ഉള്ളൂ. താങ്ക് യു മാം. ഓക്കെ, നല്ലായിരുന്നു കേട്ടോ. മോന് വേണ്ട ഐറ്റംസ് എല്ലാം ആ ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ ഉണ്ട്. ഓക്കെ, താങ്ക് യു മാം. കേട്ടോ. ഓക്കെ മാം. ഞാനിതിപ്പോ ഇതിന് വേണ്ടിയിട്ട് 1 മിനിറ്റ് ഇടാം. ഓക്കെ, പ്രസന്റ് ചെയ്തോ. ഇതിന് വേണ്ടിട്ട് ആക്കിയോണ്ട് കളർത്തും തീർന്നില്ല, അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ ഇതില് പിന്നെ മരുന്നുകളേ ഉള്ളൂ, അത് മാത്രമേ ഉള്ളൂ ഇവിടെ. ഇത് പിന്നെ കഴിഞ്ഞ ദിവസം അംഗൻവാടി നീട്ടിയതാ. അപ്പൊ പിന്നെ ഞാനതൊരു സമാധാനത്തിന് വേണ്ടി എടുത്തു വെച്ചതാ. പിന്നെ ഇതിലെ പനിയുടെ മരുന്ന്, ജലദോഷത്തിന്റെ മരുന്ന്, പാരസെറ്റമോള്, ബാൻഡേജ്. പിന്നെ ഇത് ഇടയ്ക്കൊക്കെ കണ്ണില് അലർജി വരാറുണ്ട്, അപ്പൊ അത് ഒഴിക്കാൻ വേണ്ടിട്ട്. പിന്നെ നോസിൽ ഡ്രോപ്സ്, വിക്സ് ഒക്കെ തീർന്നു, എന്നാലും വെറുതെ ഒരു ഇതിനെടുത്ത് വെച്ചതേ ഉള്ളൂ. അങ്ങനെ അത്രയും സാധനങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ അധികം പൊള്ളലും അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇവിടെ വരാത്തതുകൊണ്ട് അങ്ങനത്തെ ഇതൊന്നുമില്ല. ആകെ ഇത്രയും സാധനങ്ങളൊക്കെ ഉള്ളൂ. ഇത് പക്ഷെ ഇങ്ങനെ ബോക്സ് ഉണ്ട്. ഞാൻ ഇതിന് വേണ്ടിയിട്ടായതുകൊണ്ട് ഒരു സംഭവം ഇവിടെ വരച്ചെന്നേ ഉള്ളൂ, വേറെ മാറ്റങ്ങളൊന്നും. സിസ്റ്റേഴ്സ് ഒന്നുമില്ല, സിസ്റ്റേഴ്സ് ബാൻഡേജ് അങ്ങനെ ഒന്നുമില്ല. ബാൻഡേജ് ഉണ്ട്, പക്ഷെ സീസേഴ്സ് ഒന്നുമില്ല. അങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കണം. നമുക്ക് എപ്പോഴാണ് സിസ്റ്റേഴ്സിന്റെ ആവശ്യം വരുന്നത് കട്ട് ചെയ്യാനായിട്ടോ അങ്ങനെ കുറച്ചും കൂടി ഐറ്റംസ് ഇൻക്ലൂഡ് ആണ്. ഇതിപ്പോ മെഡിസിൻ ബോക്സ് പോലെ തന്നെയാണ് തോന്നുന്നത്. അപ്പോ അത് ഫസ്റ്റ് എയ്ഡ് ബോക്സ് വരുമ്പോ കുറച്ചും കൂടി ഐറ്റംസ് ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ വേണ്ട ഐറ്റംസ് ഉണ്ടല്ലോ, അതും കൂടി ഇൻക്ലൂഡ് ചെയ്യണം കേട്ടോ. ഓക്കേടാ, നല്ലതായിരുന്നു. നെക്സ്റ്റ് സലീന. യെസ് മാം. ഓക്കേടാ, പ്രസന്റ് ചെയ്തോ കേട്ടോ.
കാണാവോ? ആ ഞാൻ ഇതിന്റെ മുകളിൽ ഒരു വൈറ്റ് പേപ്പർ ഒക്കെ വെച്ചിട്ട് ഒരു റെഡ് പ്ലസ് ഒക്കെ ഇട്ട് വെച്ചിരുന്നു. അതെന്റെ മോന് കീറിപ്പോയി. കുഴപ്പമില്ല, ഒന്ന് പ്രസന്റ് ചെയ്തോ. ഫസ്റ്റ് ബാൻഡേജ് ആണ്, കാണാവോ? ഉം. അത് ആ ഇമേജിലേക്ക് ക്യാമറയുടെ അടുത്തേക്ക് കൊണ്ടുവരാണെങ്കിൽ കാണാൻ പറ്റും. പിന്നെ പാരസെറ്റമോളിന്റെ സിറപ്പാണ്, അതെപ്പോഴും ഉണ്ടാവലുണ്ട്. പിന്നെ ലോഷൻ, കലാമിൻ ലോഷൻ ആണ്. കുട്ടികൾക്ക് ഈ ചൊറിച്ചിലൊക്കെ വരുമ്പോൾ, കൊതുക് കടിച്ചതൊക്കെ ചൊറിച്ചിൽ വരുമ്പോൾ, ഇൻഫെക്ഷൻ വരുമ്പോൾ തേച്ച് കൊടുക്കുന്നതാണ്. പിന്നെ ടൈഗർ ബാം ആണ്, തലവേദനക്ക് എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ബിറ്റാഡിൻ്റെ ഓയിൽമെന്റ് ആണ്. പിന്നെ തെർമോമീറ്റർ ആണ്, പനി ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും ഉണ്ടാവുന്നതാണ്. പിന്നെ പാരസെറ്റാമോള് സിറപ്പാണ്. പിന്നെ ഛർദിയുടെ ഒരു മരുന്ന് എപ്പോഴും ഇവിടെ സ്റ്റോക്ക് വേണം. മോന് എന്താണെങ്കിലും ആദ്യം ഛർദിയാണ് ഉണ്ടാവുന്നത്. പിന്നെ വരുന്നത് വൈറ്റമിൻ D3 ഡോക്ടർ നേരത്തെ മാറിപ്പോയി, പാരസെറ്റാമോളിന് പകരം ഇതാണ് കാണിച്ചത്. വൈറ്റമിൻ D3 അത് മോനൊന്ന് കൊടുക്കുന്നതാണ്. ഇത് പാരസെറ്റാമോളിന്റെ സിറപ്പാണ്. പിന്നെ ചെവിവേദനക്ക് ഒഴിക്കുന്ന ഒരു മരുന്നാണ്. ചെവിവേദന ഇടയ്ക്കിടയ്ക്ക് നൈറ്റിൽ ഉണ്ടാവലുണ്ട്. പിന്നെ ഒരു ഗ്ലൗസ്, ഞാൻ ഈ മുറിവൊക്കെ മോന് മുറിവായിട്ട് എപ്പോഴും ക്ലാസ്സിന് വരുമ്പോൾ മുറിവൊക്കെ ഇതാക്കി കൊടുക്കാൻ ഒരു ഗ്ലൗസ് കയ്യിൽ വെക്കലുണ്ട്. പിന്നെ ഒരു സിസർ ഉണ്ട്. പിന്നെ ഇത് വേദനയ്ക്ക് തേക്കുന്ന ഒരു മരുന്നാണ്. പിന്നെ മോനിക്കൊരു ശ്വാസം മുട്ടിൻ്റെ പ്രശ്നം വന്നപ്പോൾ ഒരു ഇൻഹെയിലറിൻ്റെ മരുന്നാണിത്. അതിലൊരു ഒരു ഇൻഹെയിലർ എപ്പോഴും ഇവിടെ വേണം, അത്യാവശ്യമാണ്. പിന്നെ ഗോസും പഞ്ഞിയാണ് ഇതിലുള്ളത്. അത് മുറിവ് വരുമ്പോൾ കെട്ടിക്കൊടുക്കാൻ രണ്ടും ഇതിൻ്റെ സ്റ്റോക്കാണ്. പിന്നെ പെയിൻ റിലീഫാണ്, പെയിൻ കില്ലറാണ്, പെയിൻ കില്ലർ. പിന്നെ ബേൺ കില്ലാണിത്, പൊള്ളുമ്പോൾ തേച്ച് കൊടുക്കാനുള്ളത്. ബിറ്റാഡിൻ്റെ ഓയിൽ ഉണ്ട്. പിന്നെ ബിറ്റാഡിൻ ലോഷനാണ്, മുറിയിൽ ആദ്യം തേച്ച് കൊടുത്തിട്ട് പിന്നെയാണ് ബിറ്റാഡിൻ്റെ ഓയിൽമെൻറ്റ് തേക്കൽ. പിന്നെ വായിൽ പുണ്ണ് ഇടയ്ക്കിടയ്ക്ക് മോനിക്ക് വരാറുണ്ട്. അപ്പോൾ ഇത് വായിൽ തേച്ച് കൊടുക്കുന്നതാണ്, വായ്പുണ്ണിന് തേച്ച് കൊടുക്കുന്നതാണ്. ഇതും ഇത് ചൊറിച്ചിലിന് തേച്ച് കൊടുക്കുന്നതാണ്. എന്തെങ്കിലുമൊക്കെ കടിച്ചോ മണ്ണിലൊക്കെ കളിച്ചിട്ട് തേച്ച് കൊടുക്കുന്നതാണ്. ഓക്കെ, നല്ലതായിരുന്നു കേട്ടോ. ഇതൊന്നും അത്യാവശ്യം ഐറ്റംസ് ഒക്കെ ഉണ്ട്. നമ്മൾക്ക് അത്യാവശ്യം ആവശ്യമുള്ള മെഡിസിൻസ് ഉണ്ട്. അല്ലാതെ ഒരു മുറിവോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ്, ഒരു ചെറിയ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനുള്ള ഐറ്റംസും ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ ഉണ്ടെന്നോ. അർച്ചന മാം കേൾക്കുമോ? ഓക്കേടാ അർച്ചന, ഒരു മിനിറ്റ് പിൻ ചെയ്യട്ടെടാ. ഓക്കെ മാം. മാം ഇതാണ് എൻ്റെ ഫസ്റ്റ് എയ്ഡ്. ജസ്റ്റ് ഞാനിതൊന്ന് ഇപ്പോൾ ചെയ്തിട്ടുള്ളതാണ്, അറേഞ്ച് ചെയ്തിട്ടുള്ളതാണ്. ഇതിലൊരു ചെറിയ സിസറുണ്ട്. പിന്നെ നമ്മുടെ ഹൈഡ്രോജൻ പെറോക്സൈഡ് അതെല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ ഇത് കാർമസൈഡ് എന്ന് പറയുന്ന ഒരു ഇത് യൂസ്ഡ് ആണ്, ഞാനിപ്പോൾ തീരാറായിട്ടുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ വയറുവേദന, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഗ്രീൻ ലേബലായിരിക്കും കുട്ടികൾക്കൊക്കെ വയറുവേദന അതുപോലെ ഡൈജഷൻ്റെ ഒക്കെ ഇതിന് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ ഇതിപ്പോൾ ഒരു ഓറഞ്ച് ലേബലാണ്. ഇത് നമുക്ക് വലിയവർക്കൊക്കെ യൂസ് ചെയ്യാം. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഒരു ഗ്രീൻ ലേബലുള്ളതാണ്. നല്ലതാണ്, നല്ല മരുന്നാണ്. ഞാൻ എൻ്റെ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതാണ്. പിന്നെ ഒരു ജസ്റ്റ് ഒരു ഡെറ്റോള്. പിന്നെ കുട്ടികൾക്ക് പറ്റുന്ന ഒരു പാരസെറ്റാമോള്. ഇതിപ്പോൾ മോൾക്ക് ഞാൻ കൊടുത്തോണ്ടിരിക്കുന്നതാണ്. നല്ലതാണ്. ചൂടിനൊക്കെ ടെമ്പറേച്ചറൊക്കെ ഹൈ ടെമ്പറേച്ചറൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് മാറും ഇതുണ്ടെങ്കിൽ. പിന്നെ ജസ്റ്റ് ഒരു വാപ്പറബ്. പിന്നെ ഒരു സ്പില്ലറുണ്ട്. പിന്നെ വിറ്റാമിൻ D3 ഡ്രോപ്സ്. ഇതാണ് മോൾക്ക് കൊടുക്കുന്നതാണ്, കുഞ്ഞിന് കൊടുക്കുന്നതാണ്. വിറ്റാമിൻ D3 മസ്റ്റാണത്. പിന്നെ ഒരു പൾസ് ഓക്സിമീറ്റർ ഉണ്ട്. പിന്നെ ഒരു സെഫ്റ്റി പിൻ ഇട്ടിട്ടുണ്ട്. പിന്നെ കോട്ടൺ ഉണ്ട്.
പിന്നെ നമ്മുടെ നാസൽ ഡ്രോപ്സ് ഉണ്ട്, കുട്ടികൾക്കൊക്കെ മൂക്കടപ്പൊക്കെ വരികയാണെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ബിറ്റാഡിൻ്റെ ഒരു ഓയിൽമെൻ്റ് ഉണ്ട്. പിന്നെ ഒരു ചെറിയ നൈഫ് ഇതിലുണ്ട്. പിന്നെ ഇത് ഡെൻഡോജെൽ എന്ന് പറയുന്ന ഒരു ഓയിൽമെന്റ് ആണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ വീണ് വായൊക്കെ പൊട്ട് ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാകുകയാണെങ്കിൽ അവർക്കിത് യൂസ് ആയിരിക്കും. പെട്ടെന്ന് ഇതൊന്ന് ജെൽ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒന്ന് മരവിച്ചിട്ട് വേദന അധികം എടുക്കാറില്ല. അപ്പോൾ ബ്ലീഡിംഗ് ഒക്കെ പെട്ടെന്ന് നിൽക്കുകയൊക്കെ ചെയ്യും ഈ ജെല്ലാണെങ്കിൽ. പിന്നെ ഇത് ഡൈക്ലോഫെനാക്ക് നമ്മുടെ പെയിൻ കില്ലർ ആണ്. പിന്നെ ആസ് യൂഷ്വൽ ഇതും നമ്മുടെ പെയിൻ കില്ലർ ആണ്, യൂക്കാലിപ്സിന്റെ. പിന്നെ ഒരു ടേപ്പാണ്. പിന്നെ ബാക്കിയുള്ളതൊക്കെ ക്യാപ്സ്യൂൾസ് ആണ്, വിറ്റാമിൻ. ഇതൊക്കെ സപ്ലിമെന്റ് ഞാൻ എടുക്കുന്നതാണ്, വല്ലപ്പോഴൊക്കെ കഴിക്കും. പിന്നെ കാൽഷ്യം, വിറ്റാമിൻസ്, പിന്നെ ഗ്യാസിന്റെ ഒരു ടാബ്ലറ്റ് ഉണ്ട്, അത് ഒഴിയാണ്ട് ഉണ്ടാവും എപ്പോഴും. പിന്നെ എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ ഈ പിരികത്തിന്റെ ഭാഗം, പിന്നെ അല്ലെങ്കിൽ തലയിലൊക്കെ എവിടെയെങ്കിലും മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ മാറ്റി നമുക്കൊന്ന് ക്ലീൻ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ബ്രഷ് ഉണ്ട്. പിന്നെ ഇത് മാം പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ കുറച്ച് വിനീഗർ എടുത്തതിൽ അറേഞ്ച് ചെയ്തു മാത്രം, നോട്ട്സിൽ കണ്ടപ്പോൾ. പിന്നെ ഒരു ജസ്റ്റ് ഒരു കലാമിൻ ലോഷൻ ഉണ്ട്, കുട്ടികൾക്കൊക്കെ ചർച്ചിലൊക്കെ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഇതൊന്ന് കൊടുക്കും. ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം, എനിക്കതൊന്ന് യൂസ് ചെയ്യേണ്ടി വന്നുകൊണ്ട് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല, വാങ്ങിക്കാനുള്ള സാവകാശം കിട്ടിയിട്ടില്ല. താങ്ക് യു. ധന്യ മ്യൂട്ട് വേണോടാ, മ്യൂട്ട്. Good morning, ma'am. Good morning, ma'am. Good morning. I am Danya from Palakkad. Good morning, Danya. Okay. Good morning, teacher and my dear friends. Today I am going to say about first aid box. Okay. First aid box is an emergency kit. It should be kept in every home. The box contains some essential items such as bandages, antiseptic cream, scissors, thermometer, etc. It is used to deal with minor accidents and injuries. It is important to keep the first aid box away from children, and it should be kept in a cool and dry place. Let me show my first aid box. This is my first aid box. It has Dettol. Dettol is an antiseptic lotion. Dettol is an antiseptic lotion. Helps to clean germs and bacteria. Okay. This is sanitizer. This is sanitizer. Sanitizer helps us to kill germs instantly. Next one. This is bandages. This is bandages. Helps us to dress up injury. Next one. Scissors. It helps to cut bandages. Okay. Next one, thermometer. Thermometer. It helps us to examination of temperature of our body. ഒരു വറക്കലുണ്ട് ടീച്ചർ, ശരിയാവും ചെയ്താവുമ്പോ. ഓക്കെ. നെക്സ്റ്റ് വൺ, ആന്റിസെപ്റ്റിക് ക്രീം. ആന്റിസെപ്റ്റിക് ക്രീം antiseptic cream എന്ന് പറയുന്നത് it helps us to heal injuries like ഒരു മിനിറ്റ് മാം. ആന്റിസെപ്റ്റിക് ക്രീം, ബെറ്റാഡിൻ, ഇതൊക്കെ യൂസ് ചെയ്യാം. ഓക്കെ. സെട്രിൻ ക്രീം. നെക്സ്റ്റ് വൺ, കോട്ടൺ. കോട്ടൺ it helps us to കോട്ടൺ വന്നിട്ട് കോട്ടൺ കാണിച്ചു തോന്നുന്നു. it helps us to kill injuries. നെക്സ്റ്റ് വൺ, plucker or tweezers, removing splinters or foreign objects from wounds. Okay. Next one, wigs, reduce congestion, making it easier to breathe. Next one, silverus, burn care. Next one, rapid gel or rapid gel pain relieving gel ആണ്. Okay. Next one, gloves. Ma'am. Prevent infection, maintain cleanness, enhance grip and control in various activities. Next one, mask. Mask. Maintain hygiene. Okay. Next one, eye drop.
treat bacterial eye infections. Next one, tablets. Tablets വന്നിട്ട് കുറേ ഉണ്ട് മാം. നോക്കോൾ, പാരസെറ്റമോൾ. Next one, this is Rantac, pain relief, headache, joint pain. അങ്ങനെയുള്ളതിന് കുറേ ointments ഉണ്ട്. Okay. Next one, ഒന്ന് മെയിനായി കാണിച്ചില്ല. Dettol or iodine tincture. After cleaning, use a cotton swab to apply the iodine tincture to the affected area. Okay. Next one, എല്ലാം കാണിച്ചു എന്ന് തോന്നുന്നു. ഒരു പാരസെറ്റമോൾ ഉണ്ട് കിഡ്സ് ഉള്ളത് കൊണ്ട്. നെക്സ്റ്റ് വൺ മാം, ഒരു ഐ ഡ്രോപ്പ് ഉണ്ട് മാം. ട്രീറ്റ് ബാക്ടീരിയൽ ഐ ഇൻഫെക്ഷൻസ്. ഇത് വളരെ ബെസ്റ്റ് ആണ് അതിന്. ഓക്കെ, തോന്നുന്നു. നെക്സ്റ്റ് വൺ, ഒരു ഐ ഡ്രോപ്പ് ഉണ്ട് മാം. ഓക്കെ, ഞാൻ ബഡ്സ് കാണിച്ചു തോന്നുന്നു, ബാൻഡേജ് കാണിച്ചു. ഇനി ഒരു ഔട്ടർ പോർഷൻ കാണിക്കാം. ഒരു നെബുലൈസർ ഉണ്ട്. നെബുലൈസർ നമുക്ക് ശ്വാസം മുട്ടോ വലിവോ ഉണ്ടെങ്കിലൊക്കെ. പിന്നെ ആള് വന്ന് സിവിൽ ഡിഫൻസിലാണ് വർക്ക് ചെയ്യണത് മൂപ്പര്. അപ്പൊ അതിന്റെ ബോക്സാ മാം ഇത്. അവര് വയനാടൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഇതിന് വേണ്ടിയിട്ട്. അതിന്റെ സാധനങ്ങൾ, ഒരുപാട് സാധനങ്ങൾ. ഇതിപ്പോ യൂഷ്വലി നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്. ഇത് അതിന് പുറമെ അവിടെയുള്ള സാധനങ്ങളാണ്. ഒരാൾക്ക് കൈ ഒടിഞ്ഞാൽ വെക്കണത്, അങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ട് അതില്. പിന്നെ കോൾഡ് പാക്ക്, പിന്നെ കോട്ടൺ, അങ്ങനെ കുറേ ഉണ്ട് മാം. പിന്നെ മെയിൻ ആയിട്ട് എല്ലാ വീട്ടിലും ബേസിക് സാധനം രാസ്നാദി ചൂർണം. ഓക്കെ, താങ്ക് യു മാം. വളരെ നല്ലതായിരുന്നു കേട്ടോ ധന്യ. താങ്ക് യു മാം. ഓക്കെ, നന്നായിട്ട് പ്രസന്റ് ചെയ്തു. പേടിക്കൊന്നും വേണ്ട, ഇങ്ങനെ പ്രസന്റ് ചെയ്ത് തന്നെയാ നമ്മളെല്ലാവരും ഇങ്ങനെ വരുന്നത്. ജസ്റ്റ് അറിയുന്നുണ്ട് മാം, ജസ്റ്റ് വിറയിൽ വരിക, അതാണ്. പറയാൻ മക്കൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മോള് നല്ലൊരു ആങ്കർ ആണ്, വലിയ ആള്, നിന്റെ പാഷനാണ് ആങ്കറിങ് എന്ന് പറയാം. അപ്പൊ അത് പറഞ്ഞു കൊടുത്ത് അവളായി. പക്ഷെ എനിക്ക് ഇനിയും വിറയിൽ വിട്ടിട്ടില്ല. ഓക്കെ, താങ്ക് യു മാം. ഓക്കേടാ. അശ്വതി കഴിഞ്ഞായിരുന്നു. അശ്വതി അല്ലല്ലോ, അർച്ചന കഴിഞ്ഞു. അശ്വതി കഴിഞ്ഞ് സലീന, അർച്ചന, ധന്യാണ് ഇപ്പൊ പ്രസന്റ് ചെയ്തത്. ലാസ്റ്റ് ധന്യല്ലേ പ്രസന്റ് ചെയ്തത്? ഇപ്പൊ ഹബീബാട്ടാ. അശ്വതി അല്ല, അശ്വതി സുമേഷ് അല്ല അശ്വതി മാത്രമേ ഉള്ളൂ. എടാ, ഞാൻ ഓർഡറിലാണ് വിളിക്കുന്നത്. ഓക്കെ ഓക്കെ, സോറി മാം, മാറിപ്പോയതായിരിക്കും. ഹബീബ. ഓക്കെ, ഒരു ഐഡിയ ഓക്കെ ഇന്നലെ പറഞ്ഞു എല്ലാവരും, പക്ഷെ എനിക്ക് കിട്ടിയില്ല. വന്നോ? ഓക്കെ, ഇതാണ് എന്റെ ഫസ്റ്റ് എയ്ഡ് കിറ്റ് മാം. ഞാൻ കുറച്ച് പണിയെടുത്ത് ഉണ്ടാക്കിയ ഫസ്റ്റ് എയ്ഡ് കിറ്റ് ആണ്. ഓക്കെ, അകത്ത് ഇങ്ങനെ കമ്പാർട്ട്മെന്റ് ആയിട്ട് ഞാൻ ഇങ്ങനെ തന്നിട്ടുണ്ട്. ആൻഡ് ദിസ് ഇസ് ഫസ്റ്റ് പാരസെറ്റമോൾ, കുട്ടികളുടെ 250 mg. ദെൻ അവർക്ക് പെട്ടെന്ന് വയറുവേദന, ഗ്യാസിന്റെ ട്രബിൾ വരും. മൂത്താള് സ്കൂളിൽ പോകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കുറച്ച് മടിയുള്ള ആളാണ്. അപ്പൊ കോളിക്കേഡ് ഗ്യാസിന്റെ മരുന്നാണ്. പിന്നെ എമീസെറ്റ് വോമിറ്റിങ്ങിന്റെ മരുന്ന്. ദെൻ തെർമോമീറ്റർ. പിന്നെ ചെറിയ ആൾക്ക് ഭയങ്കര അലർജിക് ആണ്, ഡ്രൈ സ്കിൻ ആണ്. അപ്പൊ അവന്റെ മോയ്സ്ചറൈസിങ് ക്രീം. അതുപോലെ തന്നെ അലർജി കൂടിയിട്ട് അവനക്ക് വിരലിന്റെ സൈഡിലൊക്കെ പൊട്ടല് പോലെ വരാറുണ്ട്, അതിന് ഓയിൻമെന്റ്. പിന്നെ വായയില് പുണ്ണ് എപ്പോഴും വരാറുണ്ട് എനിക്ക്, അപ്പൊ അതിന് ഓയിൻമെന്റ്. പിന്നെ മൗത്ത് വാഷ്. ഓക്കെ, പിന്നെ ടൈഗർ ബാം. പിന്നെ കുറച്ച് ഗ്യാസിന്റെ ഗുളിക, മോദകം. പിന്നെ ഇത് ക്ഷീരഫലം. മോൻക്ക് ചെറിയ ആൾക്ക് എപ്പോഴും തല മുട്ടിയിട്ട് ഇങ്ങനെ മുഴച്ച പോലെ വരും. അപ്പൊ ഇത് പറ്റുകൊടുത്താൽ പെട്ടെന്ന് മാറാറുണ്ട് മാം. ദെൻ നെയ്സൽ ഡ്രോപ്സ് ജലദോഷത്തിന്റെ. ബാൻഡേഡ്, കോട്ടൺ, ദെൻ റോൾഡ് ബാൻഡേഡ്, നമ്മളുടെ പാരസെറ്റമോൾ ടാബ്ലറ്റ്, സീസേഴ്സ്,
ഇത് ആസ്പിറേറ്റർ പറയും, നെയ്സൽ ആസ്പിറേറ്റർ എന്ന് പറയും. ആർക്കെങ്കിലും അറിയോ എന്നുള്ളത് എനിക്കറിയില്ല. ഇത് നമ്മളുടെ ജലദോഷം കൂടി കഴിഞ്ഞാല്, കുട്ടികൾക്ക് മൂക്കടപ്പ് വരും, ഉറങ്ങാൻ ബുദ്ധിമുട്ടൊക്കെ വന്നു കഴിഞ്ഞാല് ഇത് പ്രസ് ചെയ്തിട്ട് നമ്മളുടെ നോസിൽ വെക്കുക. എന്നിട്ട് ഇങ്ങനെ റിലീസ് ചെയ്താൽ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളിലേക്ക് വരും. അപ്പൊ അവർക്ക് മൂക്ക് തുറന്നിട്ട് നന്നായി ഉറങ്ങാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാല് ഇതേപോലെ വെള്ളത്തിൽ വെച്ച് ഇങ്ങനെ വെള്ളം ഇങ്ങനെ പ്രസ് ചെയ്ത് പമ്പ് ചെയ്തിട്ട് നമ്മൾ അടിച്ചു കളഞ്ഞിട്ട് ക്ലീൻ ചെയ്യാം. അങ്ങനെ ഓരോരുത്തർക്ക് സെപ്പറേറ്റ് വേണം. ഒരാൾ യൂസ് ചെയ്തിട്ട് എപ്പോഴും നമ്മൾ കഫം കെട്ടൊക്കെ കൂടി കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പോയാല് അവര് കുട്ടികൾക്ക് ഇത് ഫസ്റ്റ് ചെയ്തിട്ട് ആണ് നമ്മളെ നെബുലൈസിംഗ് ഒക്കെ അവർ സ്റ്റാർട്ട് ചെയ്യുക. അവര് ഇനി ഓരോരുത്തർക്ക് ഓരോന്ന് യൂസ് ചെയ്യണ്ടോന്ന് അറിയില്ല, ഹോസ്പിറ്റലുകാർക്ക് ഓരോരുത്തർക്ക് ഓരോന്നൊക്കെ യൂസ് ചെയ്യണമെന്ന് അറിയില്ല. പക്ഷെ ഇത് സെപ്പറേറ്റ് യൂസ് ചെയ്യുന്നതാണ് ഇത് നല്ലത്. താങ്ക് യു മാം. കഴിഞ്ഞു. ഓക്കെ, നന്നായിരുന്നു. ബെസ്റ്റാഡിനൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ടല്ലേ? ഇല്ല മാം, അത് കയ്യിലില്ലായിരുന്നു. ഓക്കെ, ബെസ്റ്റാഡിനൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം കേട്ടോ ഇടമുണ്ടെങ്കില്. ഓക്കെ ഓക്കെ, താങ്ക് യു. സുമയ സോറി, സൗമ്യ സുമയ. യെസ് മാം. ഓക്കെ, എല്ലാവർക്കും പെട്ടെന്ന് ഒന്ന് പ്രസന്റ് ചെയ്യണം, കാരണം ടൈം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഫസ്റ്റ് എയ്ഡ് ബുക്സിന്റെ. ഓക്കെ, ഫസ്റ്റ് ഡെറ്റോൾ ഉണ്ട്, ഒരു നാച്ചുറൽ ഡ്രോപ്സ്, ഒരു കോട്ടൺ കാണുന്നു, കാണാം. ഒരു മറ്റേ ഇത് ഗോസിന്റെ, പിന്നെ ഒരു പാരസെറ്റമോള് ജലദോഷത്തിന്റെ ഗുളിക, പിന്നെ ഒരു സാനിറ്റൈസർ, പിന്നെ ഹൈഡ്രജൻ പെറോക്സൈഡ്, ബാൻഡേജസ്, പിന്നെ നമ്മുടെ പൊള്ളലിനൊക്കെ ഇടുന്ന ബേണിന്റെ ഒരു ഓയിൻമെന്റ് ആണ്. ഇതൊരു മുറിവിന്റെ സിപ്ലാഡൈനിന്റെ ആന്റിസെപ്റ്റിക് ക്രീമാണ്. പിന്നെ ഒരു മുറിവിനൊക്കെ ഇടുന്നൊരു പൗഡറാണ് ഇത്. പിന്നെ വിക്സ്, ഇത് നല്ലതാണ് മുറിവിനിടുന്നത്. ടീ ബാക്ട് എന്ന് പറയുന്നൊരു ഓയിൻമെന്റ് നല്ല. പിന്നെ ഒരു ഒട്ടിക്കാനുള്ളൊരു ബാൻഡേജ്. ഇത്രയേ ഉള്ളൂ. താങ്ക് യു മാം. താങ്ക് യു. ഓക്കെ, ധന്യ, ഹബിബ, മുസ്രിഫ. ഓക്കേടാ, പിൻ ചെയ്തേടാ, ഒരു മിനിറ്റ് പ്രസന്റ് ചെയ്തോട്ടാ. എടാ മ്യൂട്ട് അൺമ്യൂട്ട് ചെയ്യും. ഓക്കെ മാം, സോറി. ഓക്കെ, ഇതായിരുന്നു എന്റെ ഫസ്റ്റ് എയ്ഡ് ബോക്സ്. അതായത് എന്റെ ഹസ്ബൻഡ് ഇന്നലെ ഉണ്ടാക്കി തന്നതായിരുന്നു. ഇത് വിക്സ്, ബേബി വിക്സ്. പിന്നെ ഇത് മുറിഞ്ഞിട്ടാമ്പെല്ലാം ഇടാൻ വേണ്ടിയിട്ടുള്ളൊരു പൊടിയാണ്. ഇത് റോൾഡ് ബാൻഡേജ്. ഇത് പാരസെറ്റമോൾ 250 mg. ഇത് ഇതാക്കിയിട്ടാകുമ്പെല്ലാം ജോയിന്റ് പെയിൻ എല്ലാം ഉണ്ടായിട്ടാകുമ്പോൾ എവിടെ വീണിട്ടാകുമ്പെല്ലാം ഇതാക്കുന്നത്. കോട്ടൺ ബഡ്സ്, സേഫ്റ്റി പിൻ. ഇത് സുവാക്സ്. എൻ്റെ എനിക്ക് ചെവിന്റെ അസുഖമുണ്ട്, അപ്പം ഇത് ഇട്ടാലേ പോവുള്ളൂ, സുവാക്സ്. പിന്നെ കുഴിനഖത്തിനെല്ലാം ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്. പിന്നെ മൂവ്, പിന്നെ പാരസെറ്റമോള്, നമുക്കുള്ള പാരസെറ്റമോളാണ്. സീസേഴ്സ്. ഇത് ഡിയോഫോ ജെൽ, ജോയിന്റ് പെയിനെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പെയിൻ ഇതാണ്. കോട്ടൺ. പിന്നെ നേസൽ ഡ്രോപ്പാണ്, മൂക്കിലേക്ക് ഒറ്റിക്കാനുള്ള ഒരു ഇത്. പിന്നെ സ്മൈലി, പല്ലുവേദനയ്ക്കുള്ള നല്ലൊരു മരുന്നാണിത്, സ്മൈലി എന്ന് പറഞ്ഞിട്ട്. പിന്നെ സാനിറ്റൈസർ. ഇത് ചുമക്കുള്ളൊരു മരുന്ന്. താങ്ക് യു മാം.
ഓക്കേടാ. ബെസ്റ്റാഡിൻ ഉണ്ടല്ലോ, എന്താണ് മാം? മുറിവുപൊടി ബെസ്റ്റാഡിൻ. അതുണ്ടായിട്ടില്ല. ഓക്കെ, അതൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക. അതിന് പകരം തോന്നുന്നു മുറിവുപൊടി കാണിച്ചല്ലേ? അതെ അതെ. അതിന് പറഞ്ഞ ഓക്കെ. ഇനി നൗഫല. ഓക്കെ മാം, കാണുന്നുണ്ടോ? ഇതാണ് എന്റെ ഫസ്റ്റ് എയ്ഡ് ബോക്സ്. എന്റെ വീട്ടില് ഉപ്പ ഉമ്മ എല്ലാം ഡയബറ്റിക് ആണ്. അപ്പോൾ അതിന്റെ ഗ്ലൂക്കോമീറ്റർ, ബ്ലഡ് ഗ്ലൂക്കോസിന്റെ ചെയ്യുന്നതാണ് ഗ്ലൂക്കോമീറ്റർ. പിന്നെ എൻ്റെ 2 മക്കളും അലർജീൻ്റെ ആളാ. ഒരാൾ സലൈൻ ഡ്രോപ്സും ഇയർ വാക്സും. കഫക്കെട്ട് വരുമ്പോൾ ചെവി വേദന ആദ്യം വരുക, അന്ന് ഇയറിൻ്റെ തുണ്ടും. പിന്നെ ഇൻസുലിനും, പിന്നെ ബാൻഡേഡ്, പിന്നെ വീണ കഴിഞ്ഞാൽ പെരട്ടുന്ന അയഡെക്സ്, റോൾഡ് ബാൻഡേജ്, തെർമോമീറ്റർ, ബെറ്റാഡിൻ ഞെക്കി പിരിഞ്ഞിട്ട്. ബെസ്റ്റാഡിൻ യൂസ് ചെയ്യുമ്പോഴേ നമ്മൾ എക്സ്പയറി കൂടി ഒന്ന് നോക്കണം കേട്ടോ. എക്സ്പയറി കഴിഞ്ഞ അതൊന്ന് ചെക്ക് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ. കാരണം എക്സ്പയറി കഴിഞ്ഞാൽ അത് കളഞ്ഞേക്ക് പുതിയൊരു വാങ്ങിച്ച് വെക്കണം കേട്ടോ. ഓക്കെ. പിന്നെ കോട്ടൺ കുറെ ഉണ്ട്, ജസ്റ്റ് ബോക്സിലേക്ക് സെറ്റ് ചെയ്യുമ്പോൾ കുറച്ച്. കത്രിക, സേഫ്റ്റി പിന്ന്, പിന്നെ മൂപ്രിക്കോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഓയിൻമെന്റ്. 2 പേർക്കും കൊതുകെല്ലാം കടിച്ചാൽ അലർജിയാ, അതുകൊണ്ട് അതിന്റെ ഒരു അലർജീന്റെ ഒരു ഓയിൻമെന്റ്. ഫിനിഷ്. ഓക്കേടാ. നെക്സ്റ്റ് ആരാണ്? രേഷ്മ. രേഷ്മ മാം, ഇതാണ് എന്റെ ബോക്സ്. രേഷ്മയാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയതൊന്നല്ല കേട്ടോ മാം. ഇത് എനിക്ക് ഓൾറെഡി ഉള്ളതാണ്. അതുമ്പോ വെറുതെ സ്റ്റിക്കർ ഒട്ടിച്ചതേ ഉള്ളൂ. ഇത് ഇവർക്ക് ഓഫീസിൽ നിന്ന് കൊടുക്കുന്നതാണ്. എന്റെ കയ്യിൽ അധിക സാധനങ്ങളൊന്നും ഇല്ല. ഞാൻ കുറച്ച് സംഘടിപ്പിച്ചതാ. കാരണം ഞങ്ങൾക്ക് ഇവിടെ മെഡിക്കൽ ഫെസിലിറ്റി ഉള്ള കാരണം ഞങ്ങൾക്ക് കയ്യിൽ ആവശ്യം വരാറില്ല. എന്റെ ഹസ്ബൻഡ് ISR എംപ്ലോയി ആണ്. അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ മെഡിക്കൽ ഫെസിലിറ്റി ഉണ്ട്. ഇതൊരു പെയിൻ ബാം ആണ്. പിന്നെ മുട്ടുവേദന അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ദെൻ ഒരു പാരസെറ്റമോൾ ഉണ്ട്, ദെൻ ഒരു സേഫ്റ്റി പിൻ ഉണ്ട്, ദെൻ ആക്സ് ഓയില് തലവേദന വരുമ്പോ, ദെൻ വിക്സ് മോന്റി അഡൾട്ടിന് യൂസ് ചെയ്യണതും, ഒരു സാനിറ്റൈസർ, ദെൻ ഞാൻ അലർജിക് ആണ് അതുകൊണ്ട് അതിന്റെ ഒരു നാസൽ ഡ്രോപ്പ്, പിന്നെ ഒരു ബെറ്റാഡിന്റെ പൗഡർ, ദെൻ ഒരു കോട്ടൺ, ദെൻ ഒരു ഫില്ലർ, ദെൻ ഒരു ഗോസ് പീസ്, ദെൻ ടെമ്പറേച്ചർ 100 എബോവ് ആണെങ്കിൽ ഉപയോഗിക്കുന്ന ഇബൂജിസിക്ക്, ദെൻ പാരസെറ്റമോള്, ദെൻ ഒരു ടാപ്പ് ഒട്ടിക്കുന്നത്, ഈ പഞ്ഞി വെച്ചിട്ട് ഒട്ടിക്കുന്ന ടാപ്പ്, ദെൻ തെർമോമീറ്റർ, ഡിജിറ്റൽ തെർമോമീറ്റർ, ദെൻ അയഡിന്റെ ഒരു ഓയിൽമെന്റ് മുറി ആയാലൊക്കെ തേക്കുന്നത്, ദെൻ ബാൻഡേജ്. എത്ര ഉള്ളൂ മാം. താങ്ക് യു മാം. ഓക്കെ, നന്നായിരുന്നു കേട്ടോ. കമറുനിസ. ഓക്കേടാ. വലിയ ഫസ്റ്റ് ബോക്സ് കാണാൻ പറ്റുന്നുണ്ടോ? കാണാം. ഇതെന്റെ ബോക്സ് ഓൾറെഡി ഉള്ളതാണ്. സ്റ്റിക്കർ ഒക്കെ ഒട്ടിച്ച് ശരിയാക്കിയതാ. ഒരു ജെല്ലുണ്ട്, ഡെറ്റോള്, വാസ്ലീന്, പെട്രോളിയം ജെല്ലി, സാനിറ്റൈസർ,
ഹൈഡ്രജൻ പെറോക്സൈഡ്, ഗ്ലിസറിൻ, മോൾക്ക് ഉപയോഗിക്കുന്ന പാരസിറ്റമോള്, നാച്ചുറൽ ഡ്രോപ്സ്, പിന്നെ കോട്ടണ്, ORS, പിറ്റാഡിന്റെ ഓയിൽമെന്റ് ആണ്. ഇത് മോൾക്ക് ഉപയോഗിക്കുന്നതാണ്, ആന്റി ഫംഗൽ ക്രീം. ഇത് നേത്രാശി വരുമ്പോൾ ഉപയോഗിക്കുന്ന ലോഷൻ ക്രീമാണ്. ഒരു ടൈഗർ ബാം മിക്സ്. ഇത് വേദന പറ്റുന്നതാ. ഇത് റോൾ ബാൻഡേജ്, മുറിയായി ഉപയോഗിക്കുന്ന ബാൻഡേജ്, ടാപ്പ്, കത്രിക, ഇത് കണ്ടിട്ടിരിക്കുന്ന വരുന്ന മോൾക്ക് ഇടയ്ക്ക് ചൊറിച്ചിൽ വരുന്നത് ആൾക്ക് ഉപയോഗിക്കുന്നതാ. ഇത് ചെവിയിൽ പറ്റിക്കുന്നത് ചെവിവേദനക്ക്. ഇത് മുറിവിന് ഉപയോഗിക്കുന്നുണ്ട്. ഇതൊരു പ്ലാസ്റ്ററാ, വേദന ഉള്ള ഭാഗത്ത് സ്റ്റിക്ക് ചെയ്യാം. പിന്നെ ഇതൊരു പ്ലാന്റോബ മേജർ, പല്ല് വേദന, പൊള്ളല്, മുറിവൊക്കെ വരുമ്പോൾ ഉപയോഗിക്കുക, ഹോമിയോ മരുന്നാണ്. ഒക്കാസെറ്റ്, അലർജിയുടെ പ്രശ്നമുള്ളവർക്ക് മോൾക്കൊക്കെ അത് ഉപയോഗിക്കുന്നതാണ്. പിന്നെ പാരസിറ്റമോള്, പിന്നെ പനിക്ക് ഉപയോഗിക്കുന്നതാണ് തുള്ളിമരുന്ന്. പിന്നെ ഛർദി വരുമ്പോൾ ഉപയോഗിക്കുന്നത് എംസെറ്റ്. പിന്നെ ഒരു ഐസ് പാക്ക് ഉണ്ട്, പിന്നെ നെയിൽ കട്ടർ, ഒരു ഫില്ലറ്, വൈപ്സ് ആണ്, പിന്നെ കുറച്ച് ഓയിൽമെന്റുകൾ. ഇത്രേ ഉള്ളൂ. ഓക്കെ കേട്ടോ, നല്ലായിരുന്നു കേട്ടോ, ഒരുപാട് ഐറ്റംസ് ഉണ്ട്, നല്ലായിരുന്നു. മാം എന്റെ സീസേഴ്സും പിന്നെ പ്ലക്കറും ഉണ്ടായിരുന്നു, അത് കാണിക്കാൻ മറന്നുപോയ ബോക്സിന്റെ സൈഡിലായി പോയി. ഓക്കെ, ഞാനത് കണ്ടു, എന്താ സിസ്റ്റേഴ്സും പോലെ കണ്ടിരുന്നു. മോഡലാണ് കമർ, ആരുടെയാണെന്ന് അറിഞ്ഞൂടാ, ഒരാളെ കണ്ടു, പക്ഷെ ആള് കാണിച്ചില്ല എനിക്ക് തോന്നുന്നു. രമ്യാട്ടാ നെക്സ്റ്റ്. രമ്യ, ടൈമില്ല, വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. മാം, ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഗുഡ് ആഫ്റ്റർനൂൺ. കാണുന്നില്ലേ മാം? കാണാടാ. ഫസ്റ്റ് ഓഫ് ഓൾ മാം ഒരു കോട്ടൺ, നെക്സ്റ്റ് സാനിറ്റൈസർ, ഡെക്ടോൾ മാം, പിന്നെ ബേൺ ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഓൾമെന്റ് പറഞ്ഞാൽ സുബ്ലലൈൻ്റെ ഒരു ഓൾമെന്റ്, നെക്സ്റ്റ് അമൃതാഞ്ജൻ, വിക്സ്. ഇത് രണ്ടും എനിക്ക് മസ്റ്റ് ആയിട്ട് എനിക്ക് എപ്പോഴും ആവശ്യമുള്ളതാണ് മാം. ഈ വിക്സും അമൃതാഞ്ജൻ അഡിക്റ്റ് ആയിപ്പോയി അതിൽ, അത് എപ്പോഴും എന്തെങ്കിലും ഉണ്ടാവും. പിന്നെ ഒരു കലാമി ലോഷൻ, ഇത് മക്കൾക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ സിസേഴ്സ്, ഒരു ഇയർ ഡ്രോപ്സ് ഉണ്ട് മാം, മോൾക്ക് എപ്പോഴും ചെവി വേദന വന്നുകൊണ്ട് ഇയർ ഡ്രോപ്സ് എപ്പോഴും എന്തെങ്കിലും ഉണ്ടാവും. പിന്നെ പാരസിറ്റമോൾ, ഇത് സിറപ്പാണ്, ചുമയുടെയൊക്കെ ആംബ്ലോക്സ് സിറപ്പാണ്. പിന്നെ മാം മൂവ്. ഇത്രേ ഉള്ളൂ മാം, അധികം ആവശ്യം വരാറില്ല. മേടിച്ചു വെക്കാം മാം, അതില്ല എൻ്റെ കയ്യിൽ, മേടിച്ചു വെച്ചേക്കാം മാം. താങ്ക് യു മാം, ഇത്രേ ഉള്ളൂ. മാം കാണിച്ചോട്ടെ? കാണാമോ മാം? കാണാമോ? ഇതാണ് എന്റെ ഫസ്റ്റ് എയ്ഡ്, ബാൻഡേജ്,
ഇത് മുറിവിനൊക്കെ പറ്റുന്ന പൗഡറാണ്. ഇത് ബേബി റബ്ബ്. ഇത് പാരസിറ്റാമോളിന്റെ സിറപ്പാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. ഇത് പാരസിറ്റാമോള്, പ്ലക്കർ, തെർമോമീറ്റർ. ഇത് നാസൽ സ്പ്രേ ആണ്, മൂക്കിൽ ജലദോഷവും തുമ്മലൊക്കെ വരുമ്പോ. സിസർ. ഇത് പൊള്ളലിനെയൊക്കെ പറ്റണ ഓയിൽമെന്റ് ബെർണോള്. പിന്നെ കോട്ടൺ. എത്ര ഉള്ളു? ഓക്കേടാ. ശാന്തി കേട്ടോ. ശാന്തി. ഓക്കെ. അടുത്തത് ആയിഷ. ആയിഷ. വിദ്യ. വിദ്യ. മാം കാണാമോ? ഓക്കേടാ വിദ്യ. ഇതാണ് എൻ്റെ ഫസ്റ്റ് എയ്ഡ് ബോക്സ്. ഫസ്റ്റ് സിസറാണ്. പിന്നെ ഇത് പാരസെറ്റമോളിൻ്റെ ആണ്. ഇത് ഞാൻ തന്നെ കൂടെ ഉണ്ടാക്കി വെച്ചിട്ട്, കാരണം വീട്ടിലുള്ളവർക്ക് പാരസെറ്റമോൾ കാണുമ്പോൾ മനസ്സിലാവും, പക്ഷേ തലവേദനയുടെ ഗ്യാസ് ടാബ്ലറ്റ് ഒക്കെ കാണുമ്പോൾ ഏതാണെന്നൊരു ഡൗട്ട് ഇപ്പം ഞാൻ ഇല്ലേലും തോന്നരുത്, അതുകൊണ്ട് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് തൊണ്ടവേദനയ്ക്കൊക്കെ വേണ്ടിയിട്ട് സ്ട്രെപ്സിൽസ് ഞാൻ കഴിക്കാറില്ല, ആർക്കെങ്കിലും വേണമെങ്കിൽ എന്ന് പറഞ്ഞ് മേടിച്ച് വെക്കുന്നത്. ഇതെല്ലാം മുറിവിന് വേണ്ടി ഉപയോഗിക്കുന്ന കോട്ടൺ, അതിൻ്റെ തുണി, ടേപ്പ്. ഇത് പൊള്ളലിന്റെ മരുന്നാ, അതിനകത്തെല്ലാം ഞാൻ എഴുതി വെച്ചേക്കും, കാരണം ഒരു ഡൗട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇത് വേദനയുടെ ഓയിൽമെന്റ്. ഇത് രണ്ടും, ഒന്ന് ബെറ്റാഡിനും ഒന്ന് ബ്ലൂ ബാക്ട് എന്ന് പറയുന്നത്, രണ്ടും നമ്മുടെ മുറിവിന്റെ തന്നെ മരുന്നാണ്. പിന്നെ ബാൻഡേഡ്, പിന്നെ തെർമോമീറ്റർ. പിന്നെ ഇതൊന്നും ഞാൻ ഫസ്റ്റ് എയ്ഡിൽ വെക്കാത്ത സാധനങ്ങളാണ്, കാരണം ചിലപ്പോൾ അങ്ങനെ ലീക്ക് ഉണ്ടായാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതൊന്നും ഇതിനകത്ത് വെക്കാറില്ല. അതേപോലെ ബാമുകൾ, ഇത് ഞാൻ യൂസ് ചെയ്യാറില്ല, ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ല, എങ്കിലും പ്രായമുള്ളവരുള്ളത് കൊണ്ട് ഇതൊക്കെ മേടിച്ച് വെക്കും. പിന്നെ ഇതെല്ലാം കുഞ്ഞിന്റെ മരുന്നുകളാണ്, അതും ഫസ്റ്റ് എയ്ഡിനകത്ത് വെക്കാറില്ല. ഫസ്റ്റ് എയ്ഡ് ഞാൻ ഈ മുറിവിന്റെ അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ വെക്കാറുള്ളൂ. ഓക്കേടാ, നല്ലതായിരുന്നു. അശ്വതി അടുത്ത്. അശ്വതി. അശ്വതി. ആ മാം, ഒരു മിനിറ്റ്. ഇതാണ് എന്റെ ഫസ്റ്റ് എയ്ഡ് ബോക്സ്. ഫസ്റ്റ് കോട്ടൺ, പിന്നെ റോളറ്, ബാൻഡ്, പിന്നെ സിസർ, പിന്നെ ഇതൊരു ഓയിൽമെന്റ് ആണ്. ഇത് മുറി പറ്റിയാലും അതുപോലെ നമുക്ക് പൊള്ളിയാലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ പ്രഷർ നോക്കുന്ന സംഭവം, എനിക്ക് എപ്പോഴും പ്രഷർ ലോ ആണ്, അപ്പോൾ എനിക്ക് അതിന് യൂസ് ചെയ്യും. ഹസ്ബൻഡിന് എപ്പോഴും കൂടുതലാണ്, അപ്പോൾ അതാണിത്. പിന്നെ ഇതൊരു ചെറിയൊരു ഇൻഫെക്ഷൻ ഉണ്ട് എനിക്കിപ്പോൾ, ഞാൻ യൂസ് ചെയ്യുന്നൊരു ഓയിൽമെന്റ് ആണ്, കാണുന്നില്ല മാം. ഇത് പിന്നെ ഒരു ഇത് ഒമിനിജൽ, അങ്ങനെ പെയിൻ കില്ലർ. പിന്നെ മക്കളത് സാനൽ, പാരസ്റ്റമോൾ സിറപ്പ്, ലോഷൻ, അയോഡെക്സ്, പിന്നെ സാനിറ്റൈസർ, ഒരു പ്ലക്കർ ഉണ്ട്. ഇത്രയേ ഉള്ളൂ. ഇല്ല, ഞാനത് മക്കൾക്ക് അങ്ങനെ മുറി പറ്റാറില്ല, പറ്റുമ്പോൾ തന്നെ ഈ ഇതന്നെ മതി, കോവിഡൻസ് എന്ന് പറഞ്ഞിട്ടുള്ള, അപ്പൊ അത് വെച്ച് കൊടുക്കും. അത് തീ പൊള്ളിയാലും ഒക്കത്തിനും നല്ലതാണ്. അശ്വിനി. താങ്ക് യു മാം. അശ്വിനി. എന്റെ പേര് ഞാൻ കൊടുത്തിരുന്നു, വരാഞ്ഞിട്ടാണോ ലാസ്റ്റ് ആയതാണോ മാം കാണാഞ്ഞാന്നോന്ന് ഡൗട്ട് അറിയാൻ വേണ്ടി ചോദിക്കുക. ഞാൻ നോക്കിയില്ലാടാ, ഞാൻ കയറിയത്. ഗുഡ് മോർണിംഗ് മാം എഴുതിയിട്ടാണ് ജോളി ചേച്ചിയുടെ പേര് എഴുതിയേക്കുന്നത്. ജോളിനെ ഞാൻ കണ്ടിട്ട് നോക്കട്ടെ. എത്രാമതാണത്? വരാൻ പോക്കുള്ളൂടാ, എനിക്ക് മുന്നുണ്ട് പിള്ളേര്. അപ്പൊ ഡേറ്റ് ആവുമോ മാം? കുറച്ചും കൂടി ഒരു അശ്വിനി ഉണ്ട്, സഞ്ജന ഉണ്ട്, അനീഷ ഉണ്ട്, അനില ഉണ്ട്, ശ്രീകുട്ടി ഉണ്ട്,
റീജി ഉണ്ട്, ഫർസാൻ ഉണ്ട്, ദെൻ ജോളി. കുഴപ്പമില്ല. മോന് പനിയാപ്പം ലേറ്റ് ആവുമെങ്കിൽ അങ്ങോട്ടൊന്ന് പോകാൻ വേണ്ടിയിട്ടാ ചോദിച്ചു മാം. ഓക്കെ താങ്ക് യു മാം. മാം അപ്പൊ ഇനിയല്ല വിളിച്ചത് അശ്വതിന്ന്. ഞാൻ ജോലി ചേച്ചി കഴിഞ്ഞിട്ടാ ഞാൻ വരുന്നത്. ആണല്ലേ? മാറിപ്പോയോ? എനിക്ക് അശ്വിനി എന്നുള്ള പേര് മാറിയതാടാ, പെട്ടെന്ന് അശ്വിനി. സോറി മാം, സാറില്ല. കുഴപ്പമില്ല, ഞാൻ എന്റെ ഭാഗത്ത് മിസ്റ്റേക്കാണ്, കുഴപ്പമില്ല. പ്രസിദ്ധ അശ്വിനി ആരാ? ഉമാദേവിയുടെ പേര് കൊടുത്തിട്ടുണ്ടായല്ലോ. ഉമാദേവിയോ? എന്തിനാവോ ഞാൻ നോക്കിയപ്പോ ഡൗട്ട് ക്ലിയർ ചോദിച്ചതാ മാം. സഞ്ജന, അശ്വിനി ഇല്ല, സഞ്ജന. ഓക്കെ, പ്രസന്റ് ചെയ്തോട്ടാ. ഓക്കെ, ഇതാണ് എൻ്റെ ഫസ്റ്റ് എയ്ഡ് ബോക്സ്. ഇതിൽ ഒരു ബാൻഡേഡ് ഉണ്ട്, മുറിവിനൊക്കെ പറ്റിയ പരട്ടുന്ന ഇത് ചുറ്റുന്നേ. പിന്നെ അതുപോലെ കോട്ടൺ ഉണ്ട്. പിന്നെ ഇത് അതുപോലെ അദസീവ് ടേപ്പ് എന്ന് പറഞ്ഞ് അത് മുറിവ് പറ്റിയാൽ ചുറ്റുന്നതാണ്. പിന്നെ അതുപോലെ ബെറ്റാഡിൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, പക്ഷെ അത് തൊട്ട് അപ്പുറത്തുള്ള വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ മറിഞ്ഞു വീണ് അങ്ങനെ കൊടുത്ത് ഇതിനെ തിരിച്ച് തന്നില്ല. പിന്നെ അതുകൊണ്ട് ഞാൻ ചോദിച്ചില്ല. അപ്പൊ അതുണ്ട്. അത് ഇതുപോലെ എന്തെങ്കിലും മരുന്ന് പരട്ടാൻ വേണ്ടിയിട്ട് ബഡ്സ് ഉപയോഗിക്കാറുണ്ട്. പിന്നെ സിസറ്. പിന്നെ അതുപോലെ ഇത് കണ്ണില് ഇൻഫെക്ഷനോ അങ്ങനെ ചൊറിച്ചിലോ എന്തെങ്കിലും വരുമ്പം ഐ ഡ്രോപ്പ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. പിന്നെ ഇത് തെർമോമീറ്റർ. പിന്നെ വിക്സ് മോന്റെ ഉണ്ട്, എനിക്കും. പിന്നെ ടൈഗർ ബാം ഉണ്ട്. പിന്നെ ബാൻഡേഡ് ഉണ്ട്. പിന്നെ ഗ്ലൗസ് വെച്ചിട്ടുണ്ട്, എന്തെങ്കിലും ആവശ്യത്തിന് അത് വെച്ച് ഉപയോഗിച്ചിട്ടില്ല, വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ മോന്റെ നേസൽ ഡ്രോപ്സ് ആണിത്. ഇത് ഒന്ന് സ്പ്രേ ചെയ്യുന്നതും ഇതല്ലാതെ ഡ്രോപ്പായിട്ട് ഒഴിക്കുന്നതുമാണ്. പിന്നെ ഇത് കാർമിസൈഡ്, മോന് ഗ്യാസിന്റെ ഒക്കെ പ്രശ്നം വരുമ്പം. പിന്നെ കലാമിൻ ലോഷൻ ഉണ്ട്. പിന്നെ ഇത് ആൾട്ടിസിന്റെ ഒരു ഈ തുമ്മൽ അലർജി ഒക്കെ വരുമ്പോൾ മോന് കൊടുക്കുന്ന ഇതായത് ഉപയോഗിച്ചിട്ടില്ല, വാങ്ങിച്ചു വെച്ചിട്ടേ ഉള്ളൂ. പിന്നെ ഇത് നമ്മുടെ പാരസെറ്റമോളിന്റെ സിറപ്പ്. പിന്നെ ഡെറ്റോൾ ഉണ്ട്. പിന്നെ ഇത് നമ്മൾ ആവി പിടിക്കുന്ന ടാബ്ലറ്റ് ആണ്, ടാബ്ലറ്റ്. പിന്നെ ഇത് ഗ്യാസിന്റെ ടാബ്ലറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ പാരസെറ്റമോളുടെ ഇതും അതുപോലെ. പാരസെറ്റമോള് നമുക്ക് തലവേദന, ദേഹം വേദന അങ്ങനെ വരുമ്പോൾ ഉള്ള ഉപയോഗിക്കുന്നത് പാരസെറ്റമോള്, മറ്റേ അസിക്ലോഫിനാക്ക് പാരസെറ്റമോൾ എന്നാണ് ഇത് പറയുന്നത്. പിന്നെ ആൾട്ടിസ് എമ്മിന്റെ ഇത് തുമ്മലിന്റെ അലർജിയുടെ ടാബ്ലറ്റ് ഉണ്ട്. പിന്നെ ഇതുപോലെ വേദനയ്ക്കൊക്കെ പരട്ടുന്ന ഒരു ജെല്ല്. അത്രേ ഉള്ളൂ മാം. ബെറ്റാഡിൻ ഉണ്ടായിരുന്നു, പക്ഷെ കൊടുത്തതുകൊണ്ട് കിട്ടിയില്ല. കുഴപ്പമില്ല, നല്ലതായിരുന്നു. ഞാൻ എല്ലാവരും പെർമിഷനും കൊണ്ട് ജോളിനെ വിളിച്ചോട്ടെ നെക്സ്റ്റ്. ഇനി ആരൊരാൾക്കൊക്കെ പ്രസന്റ് ചെയ്യാൻ പറ്റുള്ളൂ. കുഴപ്പമില്ല മാം, ഞാൻ ചോദിച്ചത് എനിക്ക് ഇച്ചിരി തിരക്കുണ്ടായത് കൊണ്ട് എന്റെ മാം കാണാഞ്ഞാണോ വെയിറ്റ് ചെയ്യണോന്നറിയാൻ വേണ്ടി വിളിച്ചതാ. എനിക്ക് കുഴപ്പമില്ല മാം, അവര് പ്രസന്റ് ചെയ്തോട്ടെ, ലാസ്റ്റ് ആയാലും കുഴപ്പമില്ല. ഞാൻ കാണാൻ ആരാ, ഞാനോ അതോ അവര് ആരെങ്കിലും? ജോളി പ്രസന്റ് ചെയ്തു, ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്. അയ്യോ, എനിക്ക് ടെൻഷൻ ആവുന്നു മാം. ഞാനങ്ങനെ ചോദിച്ചിട്ട് ഉടനെ മാം അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ ഏറ്റവും മുതിർന്ന ആളാണ്. അപ്പൊ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാവും ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതുണ്ട്, ക്യൂരിയോസിറ്റി ഉണ്ട്. അതിന്റെ ഒരു ഭാഗമാണെന്ന് കൂടി നോക്കിക്കോ. ഞാൻ മെഡിസിൻസ് ആയിട്ട് അങ്ങനെ അധികം യൂസ് ചെയ്ത് വെക്കാറില്ല മാം. ഞാൻ പക്ഷെ അതിനുള്ള സൊല്യൂഷൻസ് ആണ് ഞാൻ ഫസ്റ്റില് ചെയ്യാറുള്ളത്. ആണെന്നുണ്ടോ എന്റെ ഫസ്റ്റ് എയ്ഡ്? ഇത് ജോളിനെ മാത്രം കാണുന്നത്. ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഒരു സെക്കൻഡ്. ഇന്ന് മോനെ ഒരു സെക്കൻഡ് ഒന്ന് വരാം മോനെ. ഇതൊന്ന് എന്നെ മാത്രം കാണുന്നെന്ന് പറയുന്നു. ഒന്ന് ക്ലിയർ ചെയ്യാൻ മോനെ. ഇങ്ങോട്ടൊന്ന് വന്നേ, ബാക്ക് ക്യാമറ ഒന്ന് ഓണാക്കാന്. ഒരു സെക്കൻഡ് പെട്ടെന്ന് മോനോ. ജോളി ചേച്ചി, മേളില് സ്പീക്കർ കാണുന്നുണ്ടോ? അതിന്റെ അപ്പുറത്ത് ഒരു റൗണ്ട് കാണുന്നുണ്ടാവും, അതൊന്ന് ഞെക്കിയാ മതി. ഞാൻ അത് ഞെക്കി, പക്ഷെ അത് കിട്ടുന്നില്ല. ഇനി ഞാൻ വേറെ വല്ലോ ഈ പെട്ടെന്ന് ടെൻഷൻ വന്നു കേട്ടോ മോനെ. ബാക്ക് ക്യാമറ ഒന്ന് ക്ലിയർ ആക്കുവാനെ. മിനിമൈസ് ഒക്കെ വരുന്നത് എന്ത്?
ക്ലിയർ ആയോ? എനിക്ക് പെട്ടെന്ന് ടെൻഷൻ വന്ന എങ്ങനെയാ മാം, എന്നിട്ട് ഞാൻ ഞാൻ പറഞ്ഞിട്ട് വിളിച്ചപ്പോഴത്തേക്കും ഒരു ടെൻഷനായി മാം കേട്ടോ. അതുകൊണ്ട് എവിടെയൊക്കെ ചെക്ക് ചെയ്യുന്ന അറിയത്തില്ല കേട്ടോ. ഇപ്പം കാണുന്നുണ്ടോ മാം? എല്ലാം കാണുന്നു. എന്റെ ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഞാനൊന്നും പ്രത്യേകമായിട്ട് മാം പറഞ്ഞതിന് ശേഷം ചെയ്തില്ല. എന്റെ ഈ ഇരുന്ന സാധനം എല്ലാം ഞാൻ എടുത്ത് അങ്ങോട്ട് വെച്ചതാണ് കേട്ടോ. ഇത് ഫസ്റ്റില് എല്ലാരും കാണുന്നുണ്ട്. ഇത് കണ്ടോ ചേച്ചി? ക്യാമറ കറക്റ്റ് ആയിട്ട് പിടിക്കോ? കാണാൻ പറ്റുന്നില്ല. ക്യാമറ കണ്ടോ? ഞങ്ങൾ സോഫയാണ് കാണുന്നത്. സോഫയെ കാണാൻ പറ്റുന്നുള്ളൂ. ട്രോഫി കണ്ടോ? കണ്ടോ? ഇത് കണ്ടോ? സാധനം എന്താന്ന് കണ്ടോ? നമുക്ക് ടെൻഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മള് ഭയങ്കര പാടാ അത് കാണിക്കുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കണ്ടോ? കണ്ടോ? ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിന്റെ ദാണ്ട് ഇവിടെ ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും ചൊറിച്ചിലോ നമുക്ക് ഒരു കണ്ണ് ഡ്രൈ ആയിട്ട് വല്ലതും തോന്നുവാണെങ്കിൽ നമുക്ക് ഇച്ചിരി പരത്തി കഴിഞ്ഞാൽ ഒരു കൂളിനെസ് കിട്ടും. അതിനുള്ള സാധനമാണ്. ദെൻ നെക്സ്റ്റ് ഇത് കണ്ടോ? ഇത് കണ്ടോ? ഇത് കണ്ടല്ലോ? അത് നമുക്ക് കണ്ണിന് ഡ്രൈ ഐസോ മറ്റോ വരുവാണെങ്കിൽ അത് യൂസ് ചെയ്യാൻ പറ്റും. ദെൻ ഇത് ഒറാക്കുറ എന്ന് പറയും. ഇത് നമ്മൾ പല്ലിന് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി നമ്മൾ ക്ലീൻ ചെയ്യാതെ വണ്ണം നമുക്ക് തന്നെ ക്ലീൻ ചെയ്യാം. ഇതിനകത്ത് ഇത് ഉണ്ട്, കറണ്ടിൽ കുത്തിയിട്ട് ചാർജ് ചെയ്തതിന് ശേഷം വെള്ളം നിറച്ചിട്ട് നമുക്ക് തന്നെ പല്ല് ക്ലീൻ ചെയ്യാൻ പറ്റും. അതിന് സാധനമാണ്. ദെൻ ഒത്തിരി ഇതെല്ലാം ഒത്തിരി എന്തൊക്കെ ഉണ്ടെന്നൊന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പ്രഷർ നോക്കുന്നത്, ഷുഗർ ചെക്ക് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള സാധനങ്ങൾ കണ്ടോ എല്ലാരും? പ്രഷർ ചെക്ക് ചെയ്യുന്ന സാധനം കണ്ടോ? നമ്മുടെ പൾസ് എല്ലാം ചെക്ക് ചെയ്യുന്ന സാധനങ്ങള്. പിന്നെ നമുക്ക് മുറിവ് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന വെച്ചാൽ ഇച്ചിരി ബെറ്റാഡിയൻ സൊല്യൂഷൻ വെച്ച് അതൊന്ന് ക്ലീൻ ചെയ്യും. ആ സാധനം ഇത് ബെറ്റാഡിയൻ സൊല്യൂഷൻ കണ്ടോ? അത് ക്ലീൻ ചെയ്തതിന് ശേഷം ബാൻഡേഡ് വേണമെങ്കിൽ നമ്മൾ ബാൻഡേഡ് ബാൻഡേഡ് അതല്ല ദെൻ നമുക്ക് ബെറ്റാഡിയൻ വേണമെങ്കിൽ ഞാൻ ടീ ബാറ്റ് ആണ് ബെറ്റാഡിനേക്കാളും കൂടുതൽ യൂസ് ചെയ്യുന്നത്. കാരണം ഇൻഫെക്ഷൻ വല്ലതും ഉണ്ടെങ്കിൽ ടീ ബാറ്റ് ആണ് കുറച്ചുകൂടെ ബെറ്റർ. എൻ്റെ ഫ്രണ്ട് ഡോക്ടേഴ്സ് ഉണ്ട്, അവർ പറഞ്ഞു തന്നതാണ്. അതുകൊണ്ട് കൂടുതലും ടീ ബാറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ ഇത് എന്ന് പറഞ്ഞത് നമ്മുടെ ഈ മീൻ ഗുളിക എന്ന് മലയാളത്തിൽ പറയുന്നതിന് കോൾഡ് ലിവർ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നു. അത് നമുക്ക് കൊച്ചുങ്ങൾക്കായാലും നമുക്കായാലും എല്ലാവർക്കും നല്ലൊരു സംഭവമാണെന്ന് ഇങ്ങനെ എൻ്റെ ഫ്രണ്ട്സ് ഡോക്ടേഴ്സ് ഒക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് വെച്ച് ഞാൻ മേടിച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങളാണ്. പിന്നെ ഇത് കണ്ടോ? ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം നൂത്തിന് കാണിച്ചുകൊണ്ടിരിക്കാൻ സമയമുണ്ടോ എന്ന് അറിയത്തില്ല. ഇത് നമുക്ക് ഈ കൈക്ക് മസിലൊക്കെ ജോയിന്റ് ഒക്കെ വേദനയോ പെയിനോ കണ്ടോ? എല്ലാവരും കണ്ടോ? രണ്ടെണ്ണം ഞാൻ കാണിച്ചു. 2 ടൈപ്പിലുള്ള നൂറ്റ് കാണിച്ചുകൊണ്ടെങ്കിൽ ടൈം കാണിച്ചെന്ന് വെച്ചാൽ കാണിക്കാത്ത നമുക്ക് ഈ വിരലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കോടി പോകുന്ന ചിലപ്പോൾ തണുപ്പൊക്കെ വരുമ്പോൾ കാലൊക്കെ ആയാലും കൈ ആയാലും അങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇത് വലിച്ചു കെട്ടിക്കഴിഞ്ഞാൽ ആ പെയിന് നമുക്ക് ഒരുപാട് റിലീസ് ആവും പറ്റും. അങ്ങനെയുള്ള സംഭവമാണ്. ദെൻ ദിസ് വൺ എല്ലാവരും കണ്ടോ? ഇത് ഇന്റർഡെന്റൽ ബ്രഷ് എന്ന് പറയും. നമ്മുടെ പല്ലിനകത്ത് എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ ബ്രഷ് കൊണ്ട് ഒന്ന് ജസ്റ്റ് നമ്മൾ ബ്രഷ് ചെയ്യുന്നോട്ടാക്കി കഴിയുമ്പോൾ ആ പല്ലിനകത്തുള്ളത് നമുക്ക് ഡോക്ടറെ അടുത്ത് പോകാതെ തന്നെ നമുക്ക് അതിൽ നിന്ന് റിമൂവ് ആവാൻ പറ്റും. ഇതെല്ലാം എൻ്റെ ഫ്രണ്ട്സ് ഡോക്ടേഴ്സ് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള വെച്ച് ഞാൻ ഇവിടെ കളക്ട് ചെയ്തിരിക്കുന്നു, ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ സാധനമാണ്. ഇതും ഇന്റർഡെന്റലിന്റെ മറ്റൊരു ഐറ്റമാണ്. ഇത് നമ്മൾ പല്ല് തേക്കുന്നത് പോലെ തന്നെ പേസ്റ്റ് ഇതിനകത്ത് വെച്ചതിന് ശേഷം നമ്മൾ പല്ലിനകത്തോട്ട് നമ്മൾ ബ്രഷ് ചെയ്യുവാണെങ്കിൽ ഉള്ള ഫുഡ് ഐറ്റംസ് എത്ര നമ്മൾ ശ്രദ്ധിച്ചാലും നമ്മുടെ പല്ലിനകത്ത് ഫുഡ് ഐറ്റംസ് വരും. ഇതിനകത്തൂടെ അല്പം ഇടയ്ക്കൊക്കെ ഒരാഴ്ചയിലൊരിക്കലോ മാസത്തിലൊരിക്കലോ ഒക്കെ അല്പം ബ്രഷ് പേസ്റ്റ് ഇട്ടതിന് ശേഷം കാണുന്നുണ്ടോ എല്ലാവരും? കാണുന്നുണ്ടോ? അല്പം കണ്ടില്ലെങ്കിൽ പറയുക. ഇത് അല്പം പേസ്റ്റ് ഇട്ടതിന് ശേഷം ഒന്ന് ബ്രഷ് ചെയ്ത് കഴിഞ്ഞാല് നമ്മുടെ അകത്തുള്ളത് ഡോക്ടറെ അടുത്ത് പോയി നമുക്ക് ക്ലീൻ ചെയ്യാതെ നമുക്ക് അതിൽ നിന്നല്ല
ഒന്ന് രക്ഷപ്പെടാൻ പറ്റും. പിന്നെ ഇത് ഇനോ എന്ന് പറയും. ഇത് ഇനോയൊക്കെ എല്ലാവർക്കും അറിയാവുന്ന, ഞാൻ ഇലാബറേറ്റ് ചെയ്യേണ്ടെന്ന് വിശ്വസിക്കുന്നു. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പിന്നെ ചോദിക്കുക. ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് നിന്നാൽ ടൈം പോകും. ഇതെന്ന് പറയുന്നതും പല്ലിനെ സംബന്ധിച്ചതാണ്. ഡെന്റൽ ഫ്ലോസ് എന്ന് പറയുന്ന സംഭവം. കണ്ടോ എല്ലാവരും? ഫ്ലോസ് എന്ന് പറയുന്നത് ഇത് നൂല് പോലെ. എന്തോ മാം? പല്ലിന് കംപ്ലൈന്റ് കൂടുതലായിട്ട് ഐറ്റംസ് ആണ് ഞങ്ങൾക്ക് കാണുന്നത്. എല്ലാവർക്കും ഉണ്ട്. എങ്കിലും എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഇതെല്ലാം ചെയ്യാൻ വേണ്ടി നമ്മൾ മുമ്പേ കറക്റ്റ് ചെയ്ത് ഷെയർ ചെയ്യണേ നല്ലതായിരിക്കും കേട്ടോ. ആരെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പിന്നെ ചോദിക്കട്ടെ, നമ്മൾ ടൈം പോകത്തില്ലേ. പിന്നെ ഇത് നമ്മുടെ ചൂട് നോക്കുന്നത് തെർമോമീറ്റർ. ഇത് എല്ലാവർക്കും ഇലാബറേറ്റ് ആക്കണ്ടെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇതും എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. മുറിവ് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആ മുറിവിന് വേണ്ടി യൂസ് ചെയ്യുന്ന സാധനം, അതിനൊരു സിസർ. ഇതാണ്ട് സിസർ. എന്താ മാം കാണിക്കുന്നില്ല? മാം സിസർ പിന്നെ കോട്ടൺ. പിന്നെ അതിന് തന്നെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയുള്ളതായ ഈ ഗ്ലൗസ്. പിന്നെ അതിന് തന്നെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയുള്ളതായ ഡെറ്റോള്. പിന്നെ അതിന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തതിന് ശേഷം ചെയ്യുവാനുള്ളതായ ബാൻഡേഡ് ഓർ ടീ ബാറ്റ്. ഞാൻ ബെറ്റാഡിനേക്കാൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് ടീ ബാറ്റ് ആണ്. ദെൻ ലാറ്റോ കലാമിൻ എന്നുള്ളതായ ലാറ്റോ കലാമിന്റെ അത് ഈ വൈപ്പ്, നമുക്ക് ഇടുക്ക ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനുള്ളതായ വൈപ്പ്. അത് വെള്ളം ഡ്രൈ ആയിരിക്കാം, വെള്ളം കെട്ടിക്കിടന്ന് അവിടെ അങ്ങനെയുള്ളതായ ബാക്ടീരിയാസ് ഒക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയുള്ളതുണ്ട്. അത് ഇങ്ങനെയൊക്കെ ഉള്ളത് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ പൊട്ടാസ്യം എന്ന് പറയുന്നത് കാണുന്നുണ്ടോ മാം? ഇത് കാലൊക്കെ നമുക്ക് എപ്പോഴും എത്ര ക്ലീൻ ചെയ്താലും അണുബാധ ഒന്നും വരാതിരിക്കാൻ ഒരു 6 മാസത്തിലൊരിക്കലൊക്കെ ഇച്ചിരി വെള്ളം തിളപ്പിച്ചിട്ട് ഇച്ചിരി ഇട്ടിട്ട് കാലൊരു 2 മിനിറ്റ് അതിനകത്തോട്ട് മുക്കി വെച്ചിട്ടുണ്ടായി നമ്മുടെ കാലില് ഒരു അണുബാധ ഒന്നും വരാതിരിക്കാൻ നല്ലതായിരിക്കാം. പിന്നെ ഇത് ക്ലോട്രിമസോൾ എന്ന് പറയുന്ന ഒരു ഓയിൻമെന്റ് ആണ്. ഇതും നമ്മുടെ ഇടുക്ക ഭാഗങ്ങളിലുള്ള ഇൻഫെക്ഷൻസോ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് ഇച്ചിരി തേച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്കൊന്ന് രക്ഷപ്പെടാനുള്ള സൊല്യൂഷനാണ്. പിന്നെ ഇത് വിക്സ്. ഇതും എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. വിക്സ് കണ്ട ഇതും അത് തന്നെയാണ്. വിക്സ് എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഈ സംഭവം ഈ സംഭവം എന്ന് പറയുന്നത് കണ്ടോ, ഗോൾഡ് മെഡൽ എന്ന് പറയും. തലവേദനയ്ക്ക് ചെയ്യാനുള്ള ഈ സംഭവം. പിന്നെ തൊണ്ടയ്ക്ക് നമുക്ക് എന്തെങ്കിലും ഒരു ഇൻഫെക്ഷനോ മറ്റോ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ഡോക്ടറെ അടുത്ത് പോവാതെ അലക്സ് എന്ന് പറയും ഈ ടാബ്ലറ്റ്. അത് ഒന്ന് നമ്മൾ ഇച്ചിരി നേരം മുട്ടായി ഉറിഞ്ചതുപോലെ ഉറിഞ്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് നിന്ന് പറ്റാനുള്ള കാര്യങ്ങളിൽ ഈ അലക്സ് കൊണ്ട് നമുക്ക് നിന്ന് പറ്റാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ കൈ, ഇത് എന്തെങ്കിലും ഇഞ്ചുറിയോ വല്ലതും കൈക്കോ വല്ല വേദന വന്നാൽ അത് കെട്ടുന്ന ഒരു ബാൻഡേഡ് ആണ്. ആനന്ദ് പ്രോഡക്റ്റ് ഒന്നും ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. ഞാനത് എനിക്ക് അങ്ങനെയുള്ള ഇഞ്ചുറി ഒന്നും വന്നിട്ടില്ല, ഇവിടെ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ പിന്നെ വേറൊരു സംഭവം, ഇത് നമുക്ക് ചെവി വേദനയോ പല്ലുവേദനയോ ഒക്കെ പോലെ നമ്മുടെ നാട്ടുമരുന്ന് പോലൊരു സംഭവമാണ് ആയുർവേദത്തില്. അത് ഗ്രാമ്പൂ കൊണ്ട് ഉണ്ടാക്കിയ ഒരു സംഭവം. എനിക്കിതൊന്നും യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല, എല്ലാം കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കുറെയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് ഡെർമാഡി, ഇത് യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഇത് ഡെർമാഡി എന്ന് പറഞ്ഞാൽ ചൊറിച്ചിലോ അങ്ങനെ ഇൻഫെക്ഷൻസ് നമ്മുടെ ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. ബോഡിക്ക് വെറുതെ ഇച്ചിരി യൂസ് ചെയ്യുന്നത് എപ്പോഴും നല്ല. ചൂടൊക്കെ നമ്മൾ വാക്കിങ്ങിനൊക്കെ പോയിട്ട് വരുമ്പോൾ കൈയൊക്കെ ചൂടായി ചൊറിച്ചിലോ മറ്റോ ഉണ്ടായി കഴിഞ്ഞാൽ അല്പം എടുത്തൊന്ന് തേച്ച് കഴിഞ്ഞാൽ അത് നല്ലൊരു സംഭവം. ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഡെർമാഡിയും. പിന്നെ ഇത് ഹലോ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മളെ കൊണ്ട് ഇത് പറയിപ്പിക്കും, ബാക്കി എല്ലാരെ കൊണ്ടും ചെയ്യാനുണ്ടല്ലോ. നമുക്ക് എന്തായാലും നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് കൊള്ളായിരുന്നു. നീണ്ടു പോകാതെ ഇത് മുറിവിനല്ലേ റോള്. അത് പറയാൻ പറയൂ, എല്ലാം കൂടി ഒരു പിക്കായിട്ട് കാണിക്കാൻ പറയൂ, എല്ലാം കൂടി വെച്ചിട്ട്.
സ്റ്റാൻഡേർഡ് ആയിട്ട് കാണിച്ചാൽ മതിയെടാ. കാരണം ഇനി ടൈം ഒത്തിരി ഒത്തിരി എന്റെ കൈവശം ഉള്ളതാ മാം. ഒത്തിരി വെച്ചിട്ടുണ്ട്. എല്ലാം ഇലാബറേറ്റ് ആയിട്ട് പറയുന്നുണ്ടേ. ഇങ്ങനെ അങ്ങനെ ബാൻഡേഡ് ആയിട്ടുള്ളത് വെച്ചിട്ടുണ്ട്. നടുവിനൊക്കെ കെട്ടാനുള്ളത്. അത് എല്ലാവർക്കും കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി നമുക്ക് നോക്കാം. കാരണം നമുക്ക് ടൈം ഇല്ലടാ. ടൈം ആയി. ഇപ്പൊ തന്നെ 35 ആയി. സൈൻ ഔട്ട് ആരാന്ന് പറയുന്നേ? ഓക്കെ മാങ്കി. സൈൻ ഔട്ട്. സ്വപ്നം കാണുക, ആ സ്വപ്നങ്ങളെ കുറിച്ച് ചിന്തിക്കുക, ആ ചിന്തകളെ പ്രവൃത്തിയിലൂടെ സഫലമാക്കുക. ഡോക്ടർ APJ അബ്ദുൽ കലാം. ഞങ്ങളുടെ ഈ പ്രസന്റേഷൻ കണ്ടിരുന്ന മാമിനും അതുപോലെ തന്നെ വളരെ മനോഹരമായി പ്രസന്റേഷൻ ചെയ്ത എന്റെ പ്രിയ കൂട്ടുകാർക്കും വളരെ നന്ദി അറിയിക്കുന്നു. സൈൻ ഔട്ട് ബൈ സിനു ഷാഗർ. താങ്ക് യു മാം.